ഞാൻ പോകുന്ന കേരളമല്ല ഇപ്പം. അങ്ങനത്തെ നന്മ, മാനവികത, നീതിബോധം അതൊക്കെ മലയാളികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഭൂരിഭാഗം ആളുകൾക്കും. VS എനിക്ക് അറിയുന്നതിൽ കൂടുതൽ എനിക്ക് പിണറായി അറിയാം. കാരണം ഞങ്ങൾ നാട്ടുകാരാണ്. പിന്നെ അദ്ദേഹം വളരെയധികം ദാരിദ്ര്യവും കഷ്ടപ്പാടും പിന്നെ പോലീസ് മർദ്ദനവും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു നേതാവാണ്. എനിക്ക് പണക്കാരെ പറ്റിയും സന്തോഷിക്കുന്നവരെ പറ്റി എഴുതാൻ കഴിയില്ല എന്നുള്ളത്. ഞങ്ങളെയൊക്കെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും EMSൻ്റെ ഒരു പടം. അത് ഒന്നാമത്തെ ഈ നോവല് പിന്നെ എൻ്റെ ശരിക്ക് ഈ ബാല്യകാലം മുതൽ ഈ മനസ്സിലിതുണ്ട്, ഇതിങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അന്നെനിക്ക് സാഹിത്യം എന്താണെന്നൊന്നും അറിയില്ല, നോവൽ എന്താണെന്ന് പോലും അറിയില്ല. 14 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതിൻ്റെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിരുന്നു. ഇപ്പം നോവൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ജനിക്കുന്നത് അതിൻ്റെ പൂർണ്ണരൂപത്തിലല്ല. എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ ഏതെങ്കിലും ചില ഇമേജുകൾ, ദൃശ്യങ്ങൾ, അല്ലെ ചില കഥാപാത്രങ്ങൾ, ചില സംഭാഷണങ്ങൾ, ഇങ്ങനെ കുറേശ്ശെയായിട്ടാണ് ജനിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ കുമിഞ്ഞ് കൂടും. അവസാന ഒരു ഘട്ടത്തിൽ അതൊരു പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് 25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എഴുതുന്നത് ഇത്. പക്ഷേ 14 വയസ്സ് മുതൽ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ ഇതിങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടാ. അപ്പം 25 വയസ്സിലാണ് എഴുതിയത്. അപ്പോൾ ഞാൻ ഡൽഹിയിലെത്തിയിരുന്നു. അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ NV കൃഷ്ണവാര്യരെ കാണിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ അത് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല നോവലാന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിട്ട് എന്നോട് രണ്ടാമതും വർക്ക് ചെയ്യാൻ പറഞ്ഞു. അത് നന്നായി. കാരണം പിന്നെ ഇതൊരു വലിയൊരു കഥയാണല്ലോ, ഒരു ദേശത്തിൻ്റെ. അത് നമ്മൾ 25 വയസ്സിലൊക്കെ എഴുതുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തിരി ഒരു മുൻകരുതൽ എടുക്കേണ്ടതാണ്. അപ്പോൾ കൃഷ്ണവാര്യരുടെ ആ ഒരു ഉപദേശം വളരെ നന്നായി. അപ്പം ഞാൻ വാസ്തവത്തിൽ ഞാനത് രണ്ടാമത് എഴുതിയില്ല, അധികം നശിപ്പിച്ച് കളഞ്ഞത്. കാരണം ആദ്യം എനിക്കൊരു വല്ലാത്തൊരു ദുഃഖം തോന്നിയത്. ഇത്രയും ഏകദേശം ഒരു 10 വർഷത്തോളം മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന നോവലത് ശരിയായില്ല എന്നുള്ളൊരു വല്ലാതൊരു ദുഃഖം തോന്നി. പിന്നെ ഇനി എഴുതില്ല എന്നൊക്കെ തീരുമാനിച്ചതാണ്. അങ്ങനെ അത് നശിപ്പിച്ച് കളഞ്ഞു എൻ്റെ കയ്യിൽ. അന്ന് പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ സൂക്ഷിക്കാൻ അന്ന് ഫോട്ടോസ്റ്റാറ്റ് വരെ ഇല്ല. ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല. നമ്മളൊരു കോപ്പി വേണമെങ്കിൽ മുഴുവൻ കൈകൊണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് കാണും ഇപ്പോൾ രണ്ടാമത് എഴുതിയ. അതാണ് നമ്മളെ കയ്യിൽ. അത് പിന്നെ ഞാൻ അവർക്ക് കൊടുത്തപ്പം, മാതൃഭൂമിക്ക് കൊടുത്തപ്പം അവർ വളരെ സന്തോഷത്തോടെ അത് പിന്നെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതാണ് ആ ഒരു നോവലിൻ്റെ കഥ. അല്ല, കഥാപാത്രങ്ങൾ പിന്നെ അതിൽ ഭൂരിഭാഗം കഥാപാത്രങ്ങളും ജീവിച്ചിരുന്നവരാണ് കേട്ടോ. അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് ഇയാളുടെ IK കുമാരൻ മാഷ്. നമ്മുടെ നോവലിൽ പിന്നെ കണാരൻ മാസ്റ്ററായിട്ട് വരുന്നതുണ്ടല്ലോ, അയാൾ ജീവിച്ചിരുന്ന ആളാണ്. പിന്നെ അതിൽ പല കഥാപാത്രങ്ങൾ. അച്ചു എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഒരു ഗുണ്ട. അത് പിന്നെ ഈ ഫ്രഞ്ച് ഭരണത്തിൻ്റെ കാലത്ത് ഫ്രഞ്ചുകാർക്ക് ദുഷ്പേരുണ്ടാക്കിയത് ഇങ്ങനെയുള്ള ആളുകളായിരുന്നു, ഗുണ്ടകൾ. കുറേ ഗുണ്ടകളുണ്ടായിരുന്നു അവിടെ. അവർ പിന്നെ ഫ്രഞ്ചുകാരുടെ ആയിട്ടുള്ള ബന്ധം, വാസ്തവത്തിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പിന്നെ അങ്ങനെ ഒരാളായിരുന്നു അച്ചു എന്നുള്ള. അയാളുടെ പേര് പോലെ തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. അല്ല, പേര് മാറ്റിയിട്ടുണ്ട്, പേരതല്ല. അപ്പം അയാൾ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് വരും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉച്ചക്കെല്ലാം വന്ന് അവിടെ കയറി കിടന്നിട്ട് പറയും ചോറ് വേണമെന്ന് പറയും. അപ്പം എല്ലാവരും ഭയമാണ്. കയ്യിലെപ്പോഴും ഒരു കത്തിയുണ്ടാവും. എന്നിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മ ചോറ് വിളമ്പി കൊടുക്കും, ചോറും മീൻകറി അതെല്ലാം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ കോലയിൽ വലിയൊരു നീളത്തിലൊരു ബെഞ്ചുണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ അങ്ങനെ കാണാം. അയാൾ അതിൽ കിടന്ന് ഉറങ്ങും, സ്വന്തം വീട് പോലെ. അയാളാണ് നമ്മുടെ നോവലിൽ അച്ചു എന്ന് പറയും. അപ്പം അയാൾ ഞാൻ അതേപടി
ഇവിടം വരെ ഇപ്പം ഞാൻ പറഞ്ഞത് വരെ അത് ശരിയായി ജീവിച്ചിരുന്ന അച്ഛയാണ്. പിന്നെ അയാൾക്കൊരു മാനസാന്തരം സംഭവിക്കുന്നുണ്ടല്ലോ, ദാസൻ്റെ പെങ്ങളെ ആഗ്രഹിക്കും, പിന്നെ അതിനുശേഷം അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നുണ്ട്. അത് എൻ്റെ ഭാവനയിലുള്ളതാണ്. പിന്നെ ഇയാൾ മാഹിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇയാൾ ഒരുപാട് ഗൂണ്ടായുസം കാണിച്ചുകൊണ്ട് ഇയാളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നാട്ടുകാർ കൊന്നുകളി. അതുകൊണ്ട് ഇയാൾ ഫ്രഞ്ചുകാർ പോകുന്ന ഏകദേശം ഉറപ്പായപ്പോഴേക്ക് അയാൾ മാഹിയിൽ നിന്ന് ഓടിപ്പോയി. എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല. പിന്നെ അയാൾ ആരും കണ്ടിട്ടില്ല. പിന്നെ നാട്ടുകാർ അയാളെ കാണുന്നത് എൻ്റെ നോവലാണ്. ഈ ഫ്രഞ്ചുകാരുടെ ഒരു അധിനിവേശത്തിൻ്റെയും അതില് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇൻവേഷനെ പോലെ അല്ല ഫ്രഞ്ച് ഇൻവേഷനെ താങ്കളതിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും വേറെയാണ്. മാത്രമല്ല ജനങ്ങളിൽ പലരും, ഈവൻ നമ്മുടെ അമ്മൂമ്മയൊക്കെ മരിക്കുന്ന സമയത്ത് അവസാനം ചോദിക്കുന്ന കപ്പൽ വന്നു എന്നാണ്. ഈ കപ്പൽ വരിക, ഇവര് തിരിച്ചു വരിക നാട്ടുകാരുടെ കൂടെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻവേഷനാണ്. എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻവേഷന്റെ തന്നെ ഒരു ഹ്യൂമൻ ഫേസ് ആണ്, ഒരു മനുഷ്യന്റെ അല്ല. അവിടെയാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് ചെറിയൊരു പ്രദേശമാണത്. ഇപ്പം ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ കിട്ടല്ലോ. നമ്മളിപ്പം ജാലിയൻവാല ബാഗിലൊക്കെ പോയി ആ കിണറൊക്കെ കാണുമ്പോൾ അവർ ചെയ്തിൽ എത്ര മനുഷ്യർ കൊന്നിരിക്കുന്നു. പക്ഷെ ഇവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് വാസ്തവത്തിൽ ആവശ്യം കാലി വെക്കാൻ ഒരു സ്ഥലമായിരുന്നു. അന്ന് ഇവർ നിരന്തര യുദ്ധത്തിലായിരുന്നു, ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരുമുള്ള. അപ്പോൾ അക്കാലത്ത് യുദ്ധങ്ങൾ നടന്ന ഏറെയും കടലിലാണ്, കപ്പലുകൾ. അപ്പോൾ അവർക്കങ്ങനെ ഈ കപ്പലുകളിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷുകാരായിട്ട്, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒരു ഫുട് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് നിൽക്കാനൊരു സ്ഥലം, അതാണ് അവർ. മയ്യഴി വളരെ എന്താ പറയുക സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ശരിക്കും ഒരു ഉയരത്തിലൊരു കുന്നിൻ്റെ മുകളിലാണ്, അതിൻ്റെ ഒരു വശത്താണ് മയ്യഴി ഉള്ളത്. അപ്പോൾ അത് കടലിനെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് സഹായിക്കും. അങ്ങനെയാണ് അവർ ആ സ്ഥലം പിന്നെ കൈവശപ്പെടുത്തുന്നത്. വാങ്ങിയതാണെന്നാണ് കഥ. അത് എനിക്കറിയില്ല വാസ്തവമാണോന്ന്. 16,000 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ് മയ്യസ് കേട്ടോ, ഈ വടകര വാഴുന്നവരെന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന്. പക്ഷെ അന്ന് 16,000 ഉറുപ്പ്യ വലിയൊരു ഭയങ്കര തുകയായിരുന്നു, നമുക്കൊന്നും ഭാവനയിൽ കാണാൻ കഴിയാത്ത. പിന്നെ അവരവിടെ വന്ന ശേഷം അവർ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവർക്ക്. പിന്നെ അവിടെ പിന്നെ ചില ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ എൻ്റെ മൂത്തൊരു ചേച്ചിയുണ്ട്, ദേവകി എന്നവരുടെ പേര്. അവർ പഠിക്കുമ്പോൾ അവരെ ക്ലാസ്സിൽ ഒരു ഫ്രഞ്ചുകാരി പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും പിന്നെ ഇങ്ങനെ സ്നേഹിതന്മാരായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാരി എൻ്റെ വീട്ടിലൊരു ഏച്ചിയായിട്ട്, ഞങ്ങൾ ഏച്ചിയുടെ പറയാം, ചേച്ചിയല്ല ബാക്കി ഏച്ചിയാണ്. അപ്പോൾ ഏച്ചിയായിട്ട് ഇവരിങ്ങനെ ഫ്രഞ്ചിൽ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോൾ ക്രിസ്മസ് എല്ലാം വരുമ്പം ആ ഫ്രഞ്ചുകാരി കേക്കെല്ലായിട്ട് വീട്ടിൽ വരും. ഇത് ഇങ്ങനൊരു സൗഹൃദമാണത്. പിന്നെ കുറുമ്പിയമ്മയുടെ ഒരു വേറെ തരത്തിലുള്ള, അത് അധിനിവേശകരോടുള്ള, അവർക്ക് അധിനിവേശം എന്നുള്ള വാക്കോ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഈ വെളുത്ത ആളുകളോട് നമുക്കെപ്പോഴും ഒരു ആരാധനയാണ്. വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ളത്. എന്നോട് തന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഇടാൻ നല്ലവണ്ണം പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ ആക്കിയാൽ നിനക്ക് നല്ലൊരു വെളുത്ത പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു തരും. അപ്പോൾ കണ്ട വെളുപ്പാണ് പ്രധാനം കേട്ടോ. അപ്പോൾ വെളുപ്പ് എന്നുള്ളത് ഒരു ആരാധനയാണ്. അപ്പം ഫ്രഞ്ചുകാർ അങ്ങനെ കത്തി നിൽക്കുന്ന വെളുപ്പല്ല അവർക്ക്. പിന്നെ അവരുടെ ജീവിത രീതി, അവർ ആദ്യമായിട്ട് മലേഷ്യയിലൊരു കാറ് വരുന്നത് ഈ അവിടുത്തെ മൂപ്പൻ സാഹിബിൻ്റെ കാറ്. അപ്പം അങ്ങനെയുള്ള അവരുടെ വെളുത്ത നിറം, അവരുടെ ജീവിത രീതി, പിന്നെ അവരുടെ മദാമ്മമാർ. അപ്പോൾ ആ ഒരു ലോകം ാണ് ഈ കുറുമ്പിയമ്മ ആരാധിച്ചിരുന്നത്. അല്ല അതിൽ അധിനിവേശം അല്ല അധിനിവേശകർ അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇത് കുറേയൊക്കെ യൂണിവേഴ്സലാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണ്. ഈ നോവൽ ഫ്രഞ്ചിൽ വന്നു, ഫ്രഞ്ച് ഭാഷയിൽ വന്നപ്പോൾ അത് ഈ പഴയ ഫ്രഞ്ച് സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ അൾജീരിയ, മൊറോക്കോ, സെനഗാൽ, പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ അതിൽ മോറീഷ്യസിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു റിയൂണിയൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ദ്വീപ് സമുച്ചയം. അത് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ഒരു സർവകലാശാല പ്രൊഫസർ മാഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പം, മാഹിയില്ല ഡൽഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ നിങ്ങളുടെ കുറുമ്പിയമ്മ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു യൂണിവേഴ്സലായിട്ടുള്ളതാണ്. എവിടേക്ക് ഇവർ ചെന്ന് ഭരിച്ചിരുന്നോ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇവരുടെ ഈ പ്രതാപം, ഇവിടെ നിറം, ഒരു സമ്പത്ത് ഇതൊക്കെ കണ്ടിട്ട് അവരെ ദൈവികമായിട്ട് കാണുകയും ഈ കുറുമ്പിയമ്മയെ പോലെ തന്നെയുള്ള ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം
അവർ അവരായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. മറ്റേ ഇപ്പം മയ്യഴിയിലെ ഉത്സവങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഈ തെയ്യത്തിൻ്റെ ഉത്സവമാണ്. തെയ്യത്തിൻ്റെ ഉത്സവത്തിന് ഇവർ മുമ്പിലിരിപ്പുണ്ടാവും, ഈ സായിപ്പുമാരും പിന്നെ അവരുടെ മദാമ്മമാരും കുട്ടികളും. പിന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ പോലീസുകാരും ഇവർക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു നാട്ടുകാരുമായിട്ട് അവർക്കൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലർക്കും ഇപ്പം കുറമ്പിയമ്മയെ പോലുള്ളവർക്ക് ഇവരോട് എന്തിനാണ് പോകാൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ നല്ല മനുഷ്യരോട് പോകാൻ പറയാണ് നാട് വിട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറയുന്ന ഈ കോളനിവൽക്കരത്തിൻ്റെ വേറൊരു തലമാണ്. ഇതിൽ കുറേ കൂടി ഇതിൽ രാഷ്ട്രീയമില്ല കേട്ടോ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല. അത് മാനുഷികമായിട്ടുള്ള ഒന്നാണ്. ഇവർ വന്നു, ഇവിടെ നിന്ന് വന്നു അവിടെ താമസിക്കുന്നു, കുറേ കാലം 100 വർഷം അവിടെ താമസിക്കുന്നു. അപ്പോൾ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. അതൊരു രസകരമായൊരു സംഗതിയാണ്. ഈ ഫ്രഞ്ച് പൗരന്മാരുടെ അനന്തരമുള്ള ചെറുപ്പം ഉണ്ടോ? അവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ മക്കൾ നാട്ടിൽ മാഹിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവർ അവിടെ തന്നെ പഠിച്ച് പിന്നെ പലരും ഫ്രഞ്ചുകാരികളെ കല്യാണം കഴിച്ചു. അത് അവരുടെ ആ സമൂഹത്തിൽ പിന്നെ ഈ അവരുടെ പിന്നെ രക്ഷിതാക്കൾ അച്ഛനമ്മമാരാണ്. അവർക്ക് ഈ ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവർ മാഹിയിൽ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടെ നോസ്റ്റാൾജിയ അതുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ പ്രായമാകുമ്പോഴും തിരിച്ചു വരും കേട്ടോ. മക്കളെ കൂടിയൊക്കെ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പം മാഹിയിൽ. അവർക്കൊരു സംഘടനയൊക്കെ ഉണ്ട്. ഈ മയ്യഴിക്കാരൻ്റെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടത്. 100 വർഷം ഫ്രഞ്ച് ഭരണം, അത് കഴിഞ്ഞ് ഇപ്പോഴും പിന്നെ കേന്ദ്രഭരണ പ്രദേശത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രഞ്ച് റോഡിൽ കണ്ടാൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ, പ്രായമുള്ള ആൾക്കാർ, ഫ്രഞ്ച് സ്കൂളിൻ്റെ അവിടെ ഫ്രഞ്ച് മീഡിയം, നമ്മൾ ഫ്രഞ്ച് മീഡിയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ. പിന്നെ കുറേ പേര് ഇത് ഓർമ്മകളാണ്. പിന്നെ ഫ്രഞ്ചുകാരെക്കുറിച്ചുള്ള ആ ഒരു കാലത്തെക്കുറിച്ചുള്ള ഇതൊന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല എവിടെയും. ഇപ്പോൾ ആകെ നമുക്ക് കിട്ടാവുന്ന ഒന്നൊരു CH ഗംഗാധരൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ്. അയാൾ എഴുതിയിട്ടൊരു പുസ്തകമുണ്ട് പിന്നെ മാഹിയെക്കുറിച്ച്. അതിൽ കുറേയൊക്കെ പിന്നെ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മയ്യഴിപ്പുഴതരങ്ങളിലുള്ള, അല്ലാതെ വേറെ വിധത്തിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിൽ ഓർമ്മകളാണ്, പഴയ തലമുറ ഓർമ്മകളിലാണ് ഈ ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ ഓരോരുത്തരായിട്ട് ഇല്ലാതാകുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ മിച്ചിലോട്ട് മാധവൻ എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ കേട്ട് കാണും മിച്ചിലോട്ട് മാധവൻ. അങ്ങനെ അയാൾ പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് മിച്ചിലോട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ. അടുത്ത കാലം വരെ വീടുണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് പൊളിച്ച് മാറ്റി. അയാളവിടെ നന്നായിട്ട് പഠിക്കുന്ന ആളായതുകൊണ്ട് മാഹിയിൽ നിന്ന് പഠിച്ചിട്ട് അയാൾ പിന്നെ ഉയർന്ന തലത്തിൽ പരീക്ഷയെല്ലാം പാസ്സായപ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്താണ് ഫ്രാൻസിൽ പഠിക്കാൻ വേണ്ടി, പാരീസിൽ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ് സോർബോൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഹാർവാർഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ അവിടെയാണ് ഇയാൾ പഠിക്കാൻ പോയത് ചെറുപ്പക്കാരൻ. പക്ഷേ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പിന്നെ അവളെ പഠിക്കാൻ പോകുന്ന കാലത്താണ് 2ാം ലോക മഹായുദ്ധം പുറപ്പെടുന്നത്. ഇപ്പം നാസികൾ പാരീസിനെ കീഴ്പ്പെടുത്തി. അപ്പം പിന്നെ അവിടെ ഇവരൊക്കെ ഒളിപ്പോരാളികളായിട്ട് ഹിറ്റ്ലർക്കെതിരായിട്ട് ഒളിയുദ്ധം നടത്തുമായിരുന്നു. അക്കൂട്ടത്തിൽ ഈ പറഞ്ഞ മാഹിക്കാരൻ മിച്ചിലോട്ട് മാധവനുണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രതിരോധത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. സാത്തറിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അക്കൂട്ടത്തിലാണ് ഈ മയ്യഴിക്കാരൻ അതിൽ പിന്നെ അവരെ കൂടെ ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനത്തിൽ. പിന്നീട് അയാൾ ജീവനോടെ നാസിയിൽ പിടിച്ച് അവിടെ ഒരു കോട്ടയിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്തു. പിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഈ മായിക്കാരനെ കേട്ടോ. അയാൾ ചെറുപ്പക്കാരനാണ്. പിന്നെ അയാളെ കൊന്ന അവിടെ പിന്നെ അതിൻ്റെ ഒരു സ്മാരകമുണ്ട്, അതിൽ ഇയാളുടെ പേരുണ്ട്. അത് ഭയങ്കര കേട്ടോ. പാരീസിൽ ഈ നാസികൾ കൊന്ന ആ സ്ഥലത്ത് വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട്. നല്ല ഫ്രഞ്ചുകാരാണ്, വെള്ളക്കാരുടെ പേരുകൾ. അതിൽ മിച്ചിലോട്ട് മാധവൻ എന്നുള്ള പേര് ഞാൻ പോയി കണ്ടതാണ്. നമുക്ക് അപ്പോൾ ഒരു കോരിത്തെരിപ്പുണ്ടാവും കേട്ടോ. ഈ ചെറുപ്പക്കാരൻ ഇവിടുന്ന് ഇത്രയൊക്കെ പഠിച്ച് മിടുക്കനായി അവിടെ പോയിട്ട്
ഈ നാസികൾക്കെതിരായിട്ട് ഒളിപ്പോര് നടത്തിയും ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് കൊല്ലപ്പെടുക. പക്ഷേ അതിൻ്റെ വലിയൊരു ദുരന്തം എന്താണെന്ന് പറയുമ്പോൾ ഇതിനെ ഇയാളെപ്പറ്റി ആരും പറയുന്നില്ല. ഞാനാണ് ആദ്യമായിട്ട് ഇയാളെപ്പറ്റി പറഞ്ഞിട്ട് പിന്നെ MA ബേബി പറയാൻ തുടങ്ങി. ഇപ്പം അങ്ങനെ ആളുകൾക്ക് അറിയാം കുറച്ച്. അപ്പോൾ അയാളെപ്പറ്റി ആരും പറയാത്തതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നും നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇല്ല, ഈ കേട്ടുകേൾവിയാണ്. അപ്പം മാഹിയിൽ ഒരു വാസൂട്ടി മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ രാഘവട്ടൻ്റെ കൂടെയൊക്കെ മൂത്തേട്ടൻ്റെ കൂടെയൊക്കെ ആ പ്രായമുള്ള ആളായിരുന്നു. അയാൾ അസാധ്യമായിട്ടുള്ള ഓർമ്മശക്തിയുള്ള ഒരു മാഷായിരുന്നു. അത്ഭുതകരമാണ് കേട്ടോ. ഞാനിങ്ങനെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഇയാൾ കൂടെ ഇങ്ങനെ നടക്കും കേട്ടോ, ഈ കഥകൾ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇയാൾ മിച്ചിലോട്ട് മതനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഇയാളുണ്ട്. അയാളിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. അയാൾ മരിച്ചു. അപ്പോൾ ഇത് എവിടെയും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല ഈ മനുഷ്യൻ്റെ കഥ. നമുക്ക് കാണാവുന്നത് അപ്പോൾ നമ്മുടെ ഫ്രാൻസിൽ പോയാൽ ആ ഒരു സ്മാരകത്തിൽ ഇയാളെ പേര് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോണ്ടല്ലോ ഇത് അത്ഭുതകരമായിട്ടൊരു സ്ഥലമാണ് മയ്യഴി. അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യങ്ങളും അവിടുത്തെ മനുഷ്യരും അതൊക്കെ ഒരു വാസ്തവത്തിലൊരു വലിയൊരു നോവലിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. വീടിനോടും നാടിനോടുള്ള ഒരു നൊസ്റ്റാൾജിയ എനിക്കത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോയപ്പോൾ വല്ലാതെ തോന്നിയിരുന്നു. അവിടെ എത്തിയപ്പോഴുണ്ടല്ലോ 21 വയസ്സായിട്ടില്ല ഞാൻ പോകുമ്പോൾ. എനിക്ക് അപ്പോഴേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ കാണാനുള്ള ഉറക്കം വന്നിട്ടില്ല, അമ്മയെ കാണാത്തതുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ ജീവിച്ചതെല്ലാം ഈ ഒരു നോസ്റ്റാൾജി ആയിട്ടാണ്. എപ്പോഴും നാട്ടിനെക്കുറിച്ചുള്ള ചിന്തകൾ. നോസ്റ്റാൾജിയും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ സർഗാത്മകതയെ അങ്ങനെ. പിന്നെ ഭാഷയുണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോകുമ്പോൾ, നമ്മൾ നാട് വിട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഭാഷയാണ്, നമ്മുടേതായ ഭാഷ. ഇപ്പം മയ്യഴിക്കാർക്കൊരു ഭാഷയുണ്ട്, വളരെ കൊളോക്കിയലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. പിന്നെ നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ ഒരുതരം ഈ പല ഭാഗത്തു നിന്ന് വരുന്നു, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ലേ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഇടകലർന്ന് ഇടകലരുമ്പോൾ അവരുടെ ഭാഷയും ഇടകലരും കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരിലൊരാളും തിരുവനന്തപുരത്തൊരാളും തലശ്ശേരിയിലൊരാളും സൗഹൃദം പ്രാപിക്കുമ്പോൾ അവരുടെ ഭാഷകളും സൗഹൃദം പ്രാപിക്കുകയാണ് എന്നത് തമ്മിൽ. അതെങ്ങനെ ഇടകലർ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ വളരെ പ്രാദേശികമായിട്ടുള്ള ഭാഷയുടെ ഒരു ഫ്ലേവർ, രുചി എന്ന് പറയുന്നത് അതില്ലാതായി പോകും. അതുകൊണ്ട് ഡൽഹിയിലുള്ള പലരും സംസാരിക്കുന്നത് ഒരുതരം കോസ്മോപൊളിറ്റൻ മലയാളമാണ്. അതായത് എല്ലാ ഭാഗത്തുള്ള ഒരുതരം ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു മലയാളമാണ്. പക്ഷെ ഞാനത് പിന്നെ അങ്ങനെ ഒരു മലയാളം ഞാനവിടെ സംസാരിക്കാറില്ല. എൻ്റെ വീട്ടിൽ പോലെ തന്നെ കുട്ടികളൊക്കെ ഓൻ ഓളെന്നൊക്കെ പറയാം. അവളെന്നോ അങ്ങനെയൊന്നും പറയില്ല. മക്കളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് പച്ച മലയാളം പറയും, മാഹി മലയാളം. അതുകൊണ്ട് മക്കൾ അവരിപ്പോഴും ഉണ്ടല്ലോ, അവരിപ്പം വലിയ ആളുകൾ ഇപ്പോഴും അവരങ്ങനെയുള്ള മലയാളം പറയുന്നത്. അത് നമ്മുടെ ഭാഷയെ നിലനിർത്താൻ അതേ വഴിയുള്ളൂ. ഭാഷ എന്ന് പറയുന്നത് നമ്മൾ അച്ചടിച്ച ഭാഷയല്ല കേട്ടോ, അച്ചടി ഭാഷയല്ല. അതിങ്ങനെ ചെറിയ ചെറിയ സമൂഹങ്ങളിൽ, ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ആളുകൾ സംസാരിക്കുന്നത്, അതാണ് ഭാഷ എന്നുള്ളത്. മറ്റേത് കൃത്രിമമായിട്ടുള്ള ഒന്നാണ്. തിങ്കിങ് അങ്ങനെ. പക്ഷേ അത് നമുക്കിപ്പോൾ ആഗ്രഹം ഉണ്ടാവും അങ്ങനെ എഴുതുന്നത്, പക്ഷേ ചിലപ്പോൾ നമുക്കങ്ങനെ എഴുതാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ പാരായണക്ഷമതയുള്ള റീഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഭാഷ, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഭാഷ എനിക്ക് എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതം. പലർക്കും ആഗ്രഹങ്ങളുണ്ടാകും പല ഭാഷകൾ എഴുതാൻ, പക്ഷേ ചിലപ്പോൾ ഇത് പരാജയപ്പെട്ടു പോകും. പക്ഷെ എനിക്കത് ഞാൻ ആഗ്രഹിച്ച ഒരു ഭാഷ വളർത്തിയെടുക്കാൻ സാധിച്ചു, അതിൽ എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അന്ന് ഈ നോവലുകൾ മുതലായിട്ട് ഒരുപാടുണ്ടെങ്കിലും എനിക്ക് ആദ്യകാലത്തുള്ള താങ്കളുടെ വായിച്ചതിൽ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു വർക്ക് ഈ മുണ്ടനം ചെയ്യപ്പെട്ട ജീവിതമാണ്. അതായത് ഇതൊരു എന്താ ഈ ഹിന്ദുത്വ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഈ മതം പൊളിറ്റിക്സിലേക്ക് വരുന്നതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നതിന് വളരെ മുൻപ് 60കളുടെ മിഡില് അങ്ങനത്തെ ഒരു കഥ എഴുതുകയും ആവിഷ്കരിക്കുകയും ചെയ്തു. അതെങ്ങനെയാണ്? അക്കാലത്ത് അതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. ഈ ഹിന്ദുത്വത്തിൻ്റെ വരവുണ്ടല്ലോ, ഈ ഉയർന്ന പിന്നെ കാസ്റ്റിൻ്റെ, അത് അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൂ.
പിന്നീടത് വളർന്നു, വളരെ പ്രകടമായി അതിൻ്റെ സ്വാധീനം. പക്ഷെ ഞാൻ അവിടെ ചെന്ന കാലത്ത് തന്നെ 60കളിൽ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് ഭയങ്കരമാണ്. നമ്മൾ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിൽ നമ്മൾ പ്രബുദ്ധ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ളതാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ 57 ഇടതുപക്ഷ സർക്കാരൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ജാതി പോലുള്ള ചിന്തകളൊന്നും അതെല്ലാം പോയിരുന്നു. നമ്മൾ വളരെയധികം പ്രബുദ്ധരായിട്ടുള്ള ഒരു ആളുകളായിരുന്നല്ലോ മലയാളികൾ. അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഞാൻ അവിടെ പോകുമ്പോഴാണ് ജാതിയുടെ പ്രശ്നം ഞാൻ അവിടെ ഇപ്പം കേരള ക്ലബ്ബിൽ ഈ സാഹിത്യ സഖ്യം എന്ന് പറഞ്ഞ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാവും. നമ്മൾ വിജയനും എല്ലാവരും അവിടെ വരും. കാക്കനാടനും കാലത്തുണ്ടായ വീക്കൻ, ഞങ്ങളെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് കഥ വായിക്കും, മറ്റുള്ളവർ വായിക്കുന്ന കേൾക്കും, ചർച്ച ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേര് മുകുന്ദൻ മാത്രമാണോ എന്നോട് ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്കൊരു വീട്ടുപേരുണ്ട് മണിയമ്പത്ത് മുകുന്ദൻ. ആ മണിയമ്പത്ത് എന്നുള്ളതാണ് M. പിന്നെ എഴുതുമല്ല കുറച്ചിൻ്റെ അച്ഛൻ്റെ പേരെന്താണ് കേളുകൂടി കേട്ടോ. ആദ്യം അറിയാനുള്ളൊരു താല്പര്യമാണ്. അപ്പം എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛൻ്റെ പേര് ഇങ്ങനെ തന്നെ M കൃഷ്ണൻ, മണിയമ്പത്ത് കൃഷ്ണൻ എന്നാണ്. പിന്നെ അയാളൊന്നും മിണ്ടിയില്ല. അപ്പോൾ അത് നോക്കൂ, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് OV വിജയനും VK എന്നൊക്കെ ഇരുന്ന് സാഹിത്യം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്ത് പ്രബുദ്ധരായ മലയാളികളിരുന്ന് സാഹിത്യത്തിലെ പുതിയ പ്രവണതകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു മലയാളിക്ക് അറിയേണ്ടത് ഒരു എഴുത്തുകാരൻ ജാതിയാണ് കേട്ടോ. അത് അവിടെ ഡൽഹിയുടെ സംഭാവനയാണത്. ആ മലയാളിക്ക് അത് കിട്ടിയത് അവിടെ പോയതുകൊണ്ടാണ്. കേരളത്തിലാണെങ്കിൽ ഒരിക്കലും അയാളോട് ചോദിക്കില്ല എൻ്റെ ജാതി എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ ജാതി വലിയൊരു ഘടകമാണ് കേട്ടോ. ഈ അപ്പർ കാസ്റ്റ് ഉണ്ട്, ഈ ശർമ്മ എന്നെല്ലാം പറഞ്ഞ കാസ്റ്റുകളും. പിന്നെ അവിടെ ഈ താണ ജാതിക്കാർക്ക് ഒരു ക്ഷേത്രം പോലും ഉണ്ട്. അത് നമ്മളെവിടെ കേരളത്തിലൊന്നും കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് ആരാണെന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ സാക്ഷാൽ വാൽമീകി കേട്ടോ. അവിടെ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് 2 ക്ഷേത്രമുണ്ട് അവിടെ. ഹുമയൂൺ റോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ശിവക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് പിറകിൽ ഈ ഒരു താണജാതിക്കാരുടെ വാൽമീകി ക്ഷേത്രമാണ്. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൽ അവിടുത്തെ ഏറ്റവും ധനികരായ സ്ത്രീകളധികം വരിക, കാറുകളിലൊക്കെ വന്ന് അവർ വന്നിട്ട് അവിടെ ശിവലിംഗത്തിന് വല്ല പാലൊഴിച്ചും പുഷ്പങ്ങൾ കൊടുത്തും പഴങ്ങളും കൊടുത്തൊക്കെ. അപ്പോൾ തൊട്ടിപ്പുറത്തുള്ള ഈ പറഞ്ഞ നമ്മളെ വാൽമീകി ക്ഷേത്രത്തിൽ വരുന്നത് തൂപ്പുകാരികളൊക്കെയാണ്, ചെരുപ്പ് കുത്തികൾ. തൂപ്പുകാരികൾ അവിടെയൊക്കെ ഇങ്ങനെ തൂത്ത് കൊടും വെയിലുണ്ടല്ലോ, വേർത്ത് വിളിച്ചിട്ട് ഈ വാൽമീകി ക്ഷേത്രത്തിൻ്റെ പടവിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ, ഒരു വർത്തമാനം പറഞ്ഞൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവ് വളരെ പ്രകടമായിട്ടുള്ള ഒരു സ്ഥലമാണത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അന്ന് തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കഥയുണ്ടായത് കേട്ടോ. പക്ഷെ അതിന്റെ എൻഡിങ്ങില് അത് മലയാളി എഴുത്തുകാരുടെ ഒരു പ്രശ്നമാണോ താങ്കളുടെ പ്രശ്നമാണോ എന്നല്ല, വളരെ പെസിമിസ്റ്റിക് ആണ്. അതെ, വിശക്കുന്ന ഭക്ഷണം കൊടുത്തു, അതാണ് നീ ചെയ്തത്. അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് ഞാൻ തിരിച്ചിട്ടാണ്. അവിടെ സവർണർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഞാൻ താമസിച്ച് വീട്ടിൽ തന്നെ അതിൻ്റെ താഴത്ത് അതിൻ്റെ ഉടമസ്ഥനാണ്, അതിൽ സവർണനാണ്. മുകളിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠന് ഞങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം അവിടെ ബാക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വീടുകൾ 2 ഭാഗത്തുണ്ടെങ്കിൽ നടുവിൽ കൂടെ ഒരു ലൈൻ ഉണ്ടാവും. അതിൽ വലിയ വാഹനങ്ങളൊന്നും പോകില്ല. അതിലൂടെ പശുക്കൾ വരും കേട്ടാ. പശുക്കൾ വന്നിട്ട് ഇങ്ങനെ പശുവിനറിയാം ഏത് വീട്ടിലാണ്. ഇപ്പം ഞാൻ താമസിച്ച വീട്ടിൻ്റെ ആ പിറകിൽ പശു രാവിലെ ഒന്നൊന്നല്ല 2-3 പശുക്കളുണ്ടാവും. അപ്പോഴതിൻ്റെ മുകളിൽ നിന്ന് വീട്ടിലെ ഉടമസ്ഥ വന്നിട്ട് ഈ പശുക്കൾക്ക് പഴം കൊടുക്കും കേട്ടാ. പഴം അങ്ങനെയുള്ള പലതും ഭക്ഷണമായിട്ട് കൊടുക്കും ഈ പശുവിന്. പക്ഷെ അതേ മനുഷ്യന് ഒരു കൊച്ചുകുട്ടി വിശന്ന് വന്നു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കും കേട്ടോ. അതാണ് ഞാൻ ആദ്യം താമസിച്ച വീട്ടിൽ എന്തായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു കഥ അങ്ങനെ അവസാനിക്കാൻ പറ്റും. മറ്റേ ശുഭപര്യവസായി ആയി കഴിഞ്ഞാൽ അത് എഴുത്തുകാരൻ്റെ സംഭാവനയാണ്, മറ്റേത് എഴുത്തുകാരൻ്റെ അനുഭവങ്ങളാണ്. പക്ഷേ അതിന് അവസാനം എത്തുമ്പോൾ എഴുത്തുകാരൻ്റെ സംഭാവനയാണ്. ആ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് ഈ വേശ്യകൾക്കൊരു അമ്പലം എന്താ. അത് എൻ്റെ മനസ്സ് അവിടെ ഡൽഹിയിൽ ചെന്നപ്പോൾ മുഴുവനും ഈ അടിത്തട്ടുള്ള ആളുകളായിരുന്നു. കാരണം ഞാൻ അവിടെ കണ്ടത് ഭയങ്കര വൈരുദ്ധ്യങ്ങളാണ്. ഒരു ഭാഗത്ത് ധനികരായിട്ടുള്ള മനുഷ്യർ
കേട്ടോ. എൻ്റെ വലിയ ധനികരായിട്ടുള്ള വ്യവസായികളും വിദേശികളും ബംഗ്ലാവുകളും ഒക്കെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കണ്ട് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഈ ജുമാ മസ്ജിദ് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അയ്യോ, അതിൻ്റെ ഒരു പിന്നെ പല സ്ഥലത്തും എനിക്ക് ഷോക്ക് ഉണ്ടാക്കിയ കാഴ്ചകൾ പോലെ ഉണ്ട്. ഞാൻ ഡൽഹിയിൽ എത്തിയിട്ട് വയ്യാതെ അവിടെ ഒരു കരീം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അത് വലിയ പ്രശസ്തമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്, വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അത് ഒരു മുഗൾ കാലത്തേ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഈ മുഗൾ രീതികളിലെ വേണം ഭക്ഷണം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിന് പിന്നെ അവിടെ ഞാനൊരു ദിവസം ഇങ്ങനെ അതിൽ കൂടെ നടക്കുമ്പോൾ പുറത്ത് തണുപ്പ് കാലമുണ്ട്, പുറത്ത് കസേരകളിട്ടിട്ട് അവിടെ കുറേ ആളുകൾ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ചിക്കൻ ഇതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാവം ഒരു യാചകനീനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്നിട്ട് ഒരു മനുഷ്യന് ഈ ചിക്കൻ്റെ എല്ലിങ്ങനെ കെട്ടിച്ചിട്ട് ഈ എല്ല് ഇയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ പാവം എന്നിട്ട് അത് എടുത്തിട്ടുണ്ടല്ലോ, അതിന് അവശേഷിക്കുന്ന ഇത് കടിച്ചിട്ട് അത് കണ്ടപ്പോൾ എൻ്റെ ശരിക്കും നെഞ്ച് വളർന്നു വരുന്നു കേട്ടോ. ഡൽഹി അങ്ങനെയുള്ളൊരു നഗരമാണ്. പക്ഷേ ആരും അത് കാണുന്നില്ല, ഡൽഹിക്ക് ഇങ്ങനെ ഒരു തലമുണ്ടെന്നല്ല. അതാണ് ഡൽഹി ഗാഥകൾ എന്നുള്ള നോവൽ എഴുതുമ്പോൾ എനിക്ക് നിർബന്ധം വരും, ഞാൻ ഒരിക്കലും അവിടുത്തെ ധനികരെ പറ്റി എഴുതില്ല എന്നല്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ആളുകളെക്കുറിച്ച് എഴുതണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം അവർക്ക് വേണ്ടിയാണ് സാഹിത്യം നിലനിൽക്കുന്നത്, ധനികർക്ക് വേണ്ടിയല്ല കേട്ടോ. സാഹിത്യം നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അവിടുത്തെ ചുരകന്മാർ, ചെരുപ്പൂറ്റികൾ, പിന്നെ ഈ ഓടകൾ വൃത്തിയാക്കുന്നവർ, അതെല്ലാം ഓടകൾ വൃത്തിയാക്കുന്നവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് എന്തുമാത്രം ദുർഗന്ധമുള്ള ഓടയായിരിക്കും. അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതെല്ലാം വൃത്തിയാക്കി പുറത്ത് വരുമ്പോഴേക്ക് ചളിയും മാലിന്യങ്ങളും ഇവരും ശരീരത്തിലെല്ലാം ഉണ്ടാവും. ഇവർക്കാണെങ്കിൽ ചെറിയൊരു ഇതാണ് കേട്ടോ ശമ്പളം കൊടുക്കുന്ന മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വല്ലാതെ അത് അസ്വസ്ഥനായിപ്പോയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അവിടെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ, മലയാളികളുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ നമ്മൾ VK കൃഷ്ണമേനോൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെക്കുറിച്ചൊക്കെ എഴുതാമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സെപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയായിരുന്നു. അതിൽ ഈ ഓട നന്നാക്കുന്നവരാണ്, ഓട ക്ലീൻ ചെയ്യുന്നവരാണ് ഭയങ്കര കാഴ്ചയാണ്. ഇതേ പാവങ്ങളിയാണ് ഈ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് നിർബന്ധമായിട്ട് വന്ധ്യംകരണത്തിന് കൊണ്ടുപോയിട്ടില്ലേ, ഇങ്ങനെയുള്ള ആളുകളെയാണ് പിടിച്ചു കൊണ്ടുപോയത് കേട്ടോ. അവർക്കത് പിന്നെ ഇപ്പം ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്, സ്കൂൾ ഹെഡ് മാസ്റ്ററാണെന്ന് വെച്ചാൽ ഹെഡ് മാസ്റ്റർ കോട്ടയുണ്ട്, ഇത്ര പേരെ വന്ധ്യംകരിക്കണം, അല്ലെങ്കിൽ ശമ്പളം കിട്ടില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇയാളെന്ന് വെച്ചാൽ നേരായ വഴിയിൽ കൂടെ നടന്നിട്ടില്ലെങ്കിൽ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് അവിടെയെല്ലാം ധോബികളുണ്ടായിരുന്നു. ഇപ്പം ധോബികളില്ല. ഇപ്പം വെച്ചാൽ നമുക്ക് വാഷിംഗ് മെഷീനുള്ളതുകൊണ്ട് വാഷിംഗ് മെഷീനിലെ കാലത്ത് എൻ്റെ എല്ലാം വീട്ടിൽ വന്നിട്ട് ധോബികൾ നമ്മുടെ ഷർട്ടും പാൻറ്റെല്ലാം കൊണ്ടുപോകും, എല്ലാം എടുത്തുകൊണ്ട് തിരുമ്പി ഇസ്തിരിട്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു പാവം ധോബിയെ ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ട് വന്ധ്യംകരണം ചെയ്തു. എന്നിട്ട് അവർക്ക് ആവശ്യം ഈ സ്റ്റാറ്റിസ്റ്റിക്സാണ്, ഇത്ര ആൾ ചെയ്തു എന്നുള്ളത്. ഈ പാവം ധോബിയുണ്ടല്ലോ, ഇയാൾ അവിടെ വന്ധ്യംകരണം നടത്തി അവർക്ക് ട്രാൻസിസ്റ്റർ റേഡിയോ സമ്മാനമായിട്ട് കൊടുത്തത് കേട്ടോ. ഒരാൾ വന്ധ്യംകരണം നടത്തിയാൽ ട്രാൻസിസ്റ്റർ റേഡിയോ ഫ്രീ ആയിട്ട് കൊടുക്കും. അന്ന് റേഡിയോ ഭയങ്കര സംഭവമാണ്. ഈ പാവം എന്നിട്ട് ഇൻഫെക്ഷനായിട്ട് പഴുത്ത് ഇയാൾക്ക് പനിയെല്ലാമായിട്ട് അയാൾ മരിച്ചുകൊണ്ടായിരുന്നു. പിന്നെ ആരൊക്കെ എടുത്ത് എനിക്കറിയുന്ന ധോബിയായിരുന്നു അത്. അങ്ങനെയുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ വന്ധ്യംകരണത്തിൻ്റെ വല്ലാത്തൊരു ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും പല ആവശ്യങ്ങൾക്കായിട്ട് ഡൽഹിയിൽ. പിന്നെ അവരെ കാശ്മീരി ഗേറ്റ് എന്ന സ്ഥലത്താണ് ഈ ഇൻ്റർസ്റ്റേറ്റ് പിന്നെ ബസ് സ്റ്റാൻഡ്. അവിടെ വരുന്ന ഈ പാവം ഗ്രാമീണർ ബസ്സിൽ ഇറങ്ങുമ്പോൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ബലമായിട്ട് വന്ധ്യംകരണം നടത്തുക. അതൊരു ലോകത്തിൽ എവിടെയോ സംഭവിക്കട്ടെ. ഇതൊക്കെ കണ്ടാൽ നമുക്ക് എങ്ങനെ എഴുതാതിരിക്കാൻ കഴിയുക? ഇതൊരു സങ്കടമാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് പക്ഷേ ഞാനിതെല്ലാം കണ്ടിട്ട് ഞാൻ എഴുതിയത് ദൈവങ്ങളെക്കുറിച്ചല്ല, ആത്മീയതയെക്കുറിച്ചൊന്നുമല്ല. ആത്മീയതയും ദൈവങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ ഞാനിങ്ങനെയുള്ള മനുഷ്യരെക്കുറിച്ചാണ് എഴുതിയത്. അതിലെനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, തിരിഞ്ഞു നോക്കുമ്പോൾ. മറ്റല്ലാതെ അവിടെയുള്ള ദൈവങ്ങളെക്കുറിച്ചൊക്കെ എഴുതാം.
അതെന്തല്ല എഴുത്തുകാരൻ പോലും കംഫർട്ട് നമ്മളിങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ പറയും പിന്നെ നമുക്ക് എല്ലാ എഴുത്തുകാർക്ക് എല്ലാവരെ പോലെ പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കണം, അങ്ങനെ ജീവിച്ചാൽ എഴുതാൻ പറ്റില്ല കേട്ടോ. എല്ലാ സുഖ സൗകര്യങ്ങളോടും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കുറേയൊക്കെ നമ്മൾ കഷ്ടപ്പാടുകളൊക്കെ അറിയണം, മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ വേദനകൾ അറിയണം, അവരുടെ കൂടെ ജീവിക്കണം. പക്ഷെ അവിടെ നമ്മുടെ എഴുത്തുകാരിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കഷ്ടപ്പെടുന്നവരെക്കുറിച്ച്, ഡൽഹിയിലിരുന്നിട്ട് കഷ്ടപ്പെടുന്നവരെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അധികവും ഞാൻ തന്നെയാണ്. കാക്കനാടൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ യൂസഫ് സറായിലെ ചരസ് വ്യാപാരി എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഞാനാണ് പ്രധാനമായിട്ട് എഴുതിയത് കേട്ടോ. വിജയനൊന്നും അങ്ങനെയായിരുന്നു. വിജയൻ്റെ പിന്നെ വേറൊരു ദൈവങ്ങളുടെ ഒരു ലോകമായിരുന്നു, ഭാഷ പോലും ദൈവങ്ങളുടെ ഭാഷയായിരുന്നു വിജയൻ്റെ. നമ്മൾ പിന്നെ വിജയൻ്റെ അത് മോശമാണെന്നല്ല പറഞ്ഞത്. അപ്പം പക്ഷെ ഞാൻ പച്ച മനുഷ്യരെക്കുറിച്ച് എഴുതുകയും അവരുടെ അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. ഈ നോവലിന് ഡൽഹി ഗാഥകൾ എന്നുള്ള നോവലാണ് ഇത് കൂടുതൽ വരുന്നത്, ഈ നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അന്ന് അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയാണ്. ഈ JCB അവാർഡൊക്കെ കിട്ടിയ കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ശശി തരൂർ, ഞാനും ശശി തരൂറും തമ്മിൽ അതിനെക്കുറിച്ച് ഒരു സംവാദം ഉണ്ടാകും. അപ്പോൾ ശശി തരൂർ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവിടുത്തെ ധനികരായിട്ടുള്ള ആളുകളെക്കുറിച്ച് എഴുതിയില്ല. ധനികരായിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട് അവിടെ, വളരെ ധനികരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, എനിക്ക് പണക്കാരെ പറ്റിയും സന്തോഷിക്കുന്നവരെ പറ്റി എഴുതാൻ കഴിയില്ല എന്നുള്ളത്. അതുതന്നെ ഒരു എലീറ്റ് സമൂഹത്തിൽ, ഫ്രഞ്ച് എംബസിയിലെ ഒരു എലീറ്റ് സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരുടെ ജീവിതം കാണുന്ന ആ ഒരു അല്ല, അത് പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എംബസിയിൽ വേറെ ആളുകളുണ്ടായിരുന്നു അവിടെ, മായിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ സുഖസൗകര്യമായിട്ട് ജീവിച്ചു. ഇപ്പോൾ അവിടെ ശമ്പളമുണ്ട്, അവർക്ക് നല്ല ശമ്പളവും. പക്ഷെ ഞാനങ്ങനെയായിരുന്നില്ല. ഞാൻ കുറേയൊക്കെ അന്നിങ്ങനെ അലഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവിടെ എംബസിയിലുണ്ടായിരുന്നു, സാഹിബുമാരുണ്ടായിരുന്നു അവിടെ. അത് എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ ഒരു മെയ് 66 റെവല്യൂഷൻ ഫ്രാൻസിൽ ഞങ്ങൾ പറഞ്ഞത് May 66 ഈ ഒരു അപ്രൈസിങ് ഉണ്ടായിരുന്നു. ജനറൽ ഡിഗോളിൻ്റെ ചെറുപ്പക്കാരുടെ ഈ യാഥാസ്ഥിതിക പിന്നെ ഭരണസമ്പ്രദായത്തിനും പിന്നെ അതിനൊക്കെതിരായിട്ട് ഡിഗോളിൻ്റെ പിന്നെ സർവാധിപത്യം അതിനൊക്കെതിരായിട്ട് അവിടെ വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു പ്രക്ഷോഭമുണ്ട്. അതാണ് May 66 എന്നാണ് തോന്നുന്നത്. അത് അറിയപ്പെടുന്നത് തന്നെ. അത് അവിടെ ഫ്രഞ്ചുകാരുടെ ഇടയിൽ വലിയ മാറ്റം വരുത്തിയതാണ് അവരുടെ ചിന്താഗതിയിൽ. അത് ഫ്രാൻസ് സ്തംഭിച്ച് വരുന്നു അവിടെ നിന്ന്, വിപ്ലവമായി മാറി. പിന്നെ അവരുടെ കൂടെ തൊഴിലാളികളെല്ലാം ചേർന്നു ഈ വിദ്യാർത്ഥികളോട്. അപ്പോൾ ഫ്രാൻസിൽ അവർ പറയുന്നത് വെച്ചാൽ അവിടുത്തെ മനുഷ്യർ ഈ May 66 മുമ്പുള്ളവരും 66 ശേഷമുള്ളവരാണ്. അപ്പോൾ 66 മുമ്പുള്ള പിന്നെ അക്കാലത്ത് പഠിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് ഞങ്ങളുടെ എംബസിയിൽ വരുമ്പോൾ അവരൊക്കെ ഭയങ്കര കോട്ടും സൂട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി തിളങ്ങുന്ന ഷൂസൊക്കെ ഇട്ട് വരുന്നവരാണ് ഞങ്ങളുടെ പിന്നെ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഫ്രഞ്ചുകാർ. പക്ഷെ 66 ശേഷം പഠിച്ചു വന്നിട്ടുള്ള ചെറുപ്പക്കാർ അങ്ങനെയല്ല കേട്ടാ. അവർ മുഷിഞ്ഞ വേഷമൊക്കെ നടക്കുകയാണ്, വേർത്തിട്ടുള്ള. ഇവർ വലിയ ഡിപ്ലോമാറ്റ്സ് ആയിരിക്കും, ഭയങ്കര ശമ്പളമൊക്കെ മേടിക്കുന്നവരായിരിക്കും. പക്ഷേങ്കിൽ വേർത്ത് കുളിച്ചിട്ടൊക്കെ ചിലപ്പം കാര്യം വരുന്നുണ്ടാവും. ഷർട്ടൊക്കെ ഇങ്ങനെ ടൈയൊന്നും കെട്ടില്ല, കോട്ടിടില്ല. അതൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക ഫോമലായിട്ടുള്ള പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ജനറേഷനായിരുന്നു എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ കേട്ടോ. അപ്പോൾ പിന്നെ അവർ കാഴ്ചപ്പാടൊക്കെ എൻ്റെ കാഴ്ചപ്പാടാണ്, എനിക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ അവരെ കൂടെ ഞാനിങ്ങനെ അലിഞ്ഞിടക്കുന്ന രാത്രിയൊക്കെ വെള്ളക്കാരുടെ കൂടെ ഉണ്ട് പല സ്ഥലത്തും. ഇങ്ങനെ രാത്രി അന്ന് ഞാൻ ബാച്ചലായിരുന്നു, കല്യാണം കഴിച്ചിട്ടുള്ള ഇങ്ങനെ നടക്കുമായിരുന്നു അവിടെ എവിടെയൊക്കെ ഇങ്ങനെ. അപ്പോൾ അവരിൽ നിന്ന് കേട്ടിട്ടുള്ള അനുഭവങ്ങളും പിന്നെ അങ്ങനെയുള്ള കുറേ വെള്ളക്കാരുണ്ടായിരുന്നു അവിടെ കേട്ടോ. അവർ ഭയങ്കരമാരായിരുന്നു. നമ്മൾ IFS പോലുള്ള പരീക്ഷകൾ പാസ്സാകുന്നവരാണ്. പക്ഷെ അവർ ഈ 66 ശേഷം ജനിച്ചിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരായിരുന്നു. അപ്പം അവരുമായിട്ടുള്ള കൂട്ട്,
അതെനിക്ക് മാത്രമേ ഉണ്ടായിട്ടില്ല എംബസിയിൽ. അവർ മറ്റുള്ളവരായിട്ടൊന്നും മലയാളികളായിട്ടൊന്നും അവർക്ക് അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം അവരെല്ലാം ഉണ്ടല്ലോ, നമ്മൾ ഈ കരിയറിസ്റ്റ് എന്ന് പറയുന്ന മറ്റ് അവിടെയുള്ള മലയാളികളും ഇന്ത്യക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ നന്നായി ജോലി ചെയ്യും, പിന്നെ ശമ്പളം മേടിച്ച് അവരങ്ങോട്ട് പോകും, അവർ വായിക്കില്ല, പിന്നെ ഒന്നും വായിക്കില്ല അങ്ങനെ. അപ്പം ഈ പറഞ്ഞ തരത്തിലുള്ള ഫ്രഞ്ചുകാർക്ക് കിട്ടിയിട്ടുള്ള ഏക ആൾ ഞാനാണ്. കാരണം ഞാൻ എഴുതുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് അവരെ ഞാനായിട്ട് പെട്ടെന്ന് അടുത്തു കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെല്ലാം എന്നെ സഹായിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിനെയും എൻ്റെ ചിന്താഗതിയെയും ഒക്കെ മാറ്റാൻ അവരുമായിട്ടുള്ളൊരു കൂട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എഴുത്തിന്റെ രീതിയും അത് അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം തന്നെ എഴുതിയിട്ടുണ്ട്, ഈ ഓഫീസിൽ നല്ല പണികളുണ്ട്, എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് 4 മണിക്ക് എഴുതാം. അത് എന്താ പറയുക, നമ്മൾ എഴുത്ത് എനിക്ക് ഓഫീസിൽ നമ്മൾ പറയുന്ന പോലെയല്ല, അവിടെ ഭയങ്കര ജോലിയുണ്ട്. ആദ്യം എനിക്ക് അങ്ങനെ ജോലി ഉണ്ടായിരുന്നില്ല. ആദ്യം ചെറിയ ഫ്രഞ്ച് ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു. ഫ്രഞ്ച് ടൈപ്പിംഗ് അറിയുന്നവർ വളരെ കുറവാണ്. നമ്മളൊക്കെ ഇത് പഠിച്ച മയ്യഴിക്കാരാണ്. അതുകൊണ്ട് ഫ്രഞ്ച് ടൈപ്പിസ്റ്റ് സെക്രട്ടറി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഇവർ തരുന്നതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നീട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലി വന്നു. പിന്നെ ഈ പബ്ലിക്കേഷൻ ഡിവിഷൻ്റെ ഇൻചാർജായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡെപ്യൂട്ടി കൾച്ചറൽ അറ്റാഷെ എന്നുള്ള പോസ്റ്റ്. അപ്പോഴേക്ക് പിന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഈ ഇതുണ്ടല്ലോ സാംസ്കാരിക വിനിമയത്തിൻ്റെ ജോലിയായി. അത് ഭയങ്കര ജോലിയായിരുന്നു. രാത്രിയും പകലില്ലാതെ അവിടുന്ന് ആളുകൾ വരും, വലിയ ആളുകളൊക്കെ വരും, അവരെ റിസീവ് ചെയ്യാൻ പോകണം. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന പലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും. കാരണം ഇവരുടെ ഫ്രഞ്ചുകാരുടെ ഒരു രീതിയുണ്ട്. അവർക്ക് ഇപ്പം അവിടെ നിന്ന് ഫ്രാൻസിൽ നിന്ന് ഇപ്പോൾ ഒരു ബുദ്ധിജീവി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ത്യയിലെ ബുദ്ധിജീവികളെ കാണണം, സംസാരിക്കണം. ഇവർ ആദ്യം ചെയ്യുക ഒരു ഡിന്നറാണ്, അവിടെ നിന്നാണ് ചർച്ച ചെയ്യുക. അല്ലാതെ അവരെ പോയിട്ട് കാണുന്ന പരിപാടിയില്ല. അപ്പം എപ്പോഴും നോക്കിയാലും ഡിന്നറാണ്. അത് കഴിയുമ്പോഴേക്ക് 12 മണി 1 മണിയല്ലാകും രാത്രി. പിന്നെ എപ്പോഴാണ് ഞാൻ എഴുതുക? അങ്ങനെയുള്ള ഒരു സമയത്ത് വായിക്കാനും എഴുതാനും വേണ്ടി രാവിലെ 4 മണിക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു രീതി വന്നു കേട്ടോ. അത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് വായിക്കുക. പിന്നെ അന്ന് നമുക്ക് ഫോണില്ല, അതുകൊണ്ട് കത്തുകൾ ഒരുപാട് വരുമായിരുന്നു. വായനക്കാർ 10-15 കത്തുകൾ വരുമായിരുന്നു എനിക്കൊരു ദിവസം. കേശവലീലാവങ്ങൾ പൊളിറ്റിക്കലാണ്. ഇപ്പം ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും പലപ്പോഴും അവർ നടത്തുന്ന അപചയങ്ങൾ അത് വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് സൂചിപ്പിക്കാം. പിന്നെ അതേസമയത്ത് തന്നെ ആരെയും വിമർശിക്കാൻ എളുപ്പമാണ്. പക്ഷേങ്കിൽ നമ്മൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ വിമർശിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് വിഷമം ഉണ്ടാക്കുക. അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കാതെ അവരെ വിമർശിക്കണം. അതിനുള്ളൊരു ശ്രമമാണ് അതിൽ നടത്തിയത്. അപ്പോൾ അത് പിന്നെ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാകാത്തവർ മനസ്സിലാക്കിയിട്ടില്ല. അതായത് ഞാൻ പിന്നെ ഒരു വായനക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് വിയോജിപ്പുകളുണ്ട്. ഞാൻ കൂടെ നടക്കുന്ന പാർട്ടിക്ക് ഇടർച്ചകൾ പറ്റുന്നുണ്ട്. ഞാനതിൽ പറയുന്നു, ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ ഇത് എന്തും തരത്തിലുള്ള നോവലാണ്. അപ്പം വലിയൊരു വിഭാഗം അത് ഒരു ഇടതുപക്ഷ അനുകൂല നോവലാണെന്ന് പറഞ്ഞു. കുറച്ച് പേര് അത് ഇടതുപക്ഷ വിരുദ്ധ നോവലാണെന്ന് പറഞ്ഞു. ആ തർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചുമരില് EMSന്റെ ചിത്രം കണ്ട് കരച്ചിലടക്കുന്ന അപ്പുക്കുട്ടനെ EMS അത് പിന്നെ അത് എൻ്റെ വീട്ടിലൊക്കെ ചുമരിൻ്റെ മുകളിലുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഞങ്ങളൊക്കെ നാട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും EMSൻ്റെ ഒരു പടം കേട്ടോ. അതെല്ലാം അധിക വീടുകളിലും കാണും. ഇപ്പം അത് പോയി. പഴയകാലത്ത് എല്ലാ വീടുകളിലും കാണുമായിരുന്നു. അപ്പം അത് കണ്ടുകൊണ്ടാണ് പിന്നെ എല്ലാവരും വളരുന്നത് തന്നെ, ഈ ശ്രീനാരായണ ഗുരുവിനെയും EMSനെയും. കുട്ടികൾ വളരുന്നത് കണ്ടുകൊണ്ടാണ്. അദ്ദേഹം ചോദിച്ചുള്ള താങ്കൾ EMSനെ സ്തുതിക്കുകയാണോ ക്രിട്ടിസൈസ് ചെയ്യുകയാണോ എന്ന് വായിക്കുന്ന ആളിൽ തന്നെ വലിയ സംശയം തോന്നുന്ന രീതിയിൽ വളരെ നഡ്ജ് ചെയ്താണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നുണ്ട്, അതേസമയം വിമർശനമാണെന്ന് പകുതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് അതിൻ്റെ നോവലിൻ്റെ വിജയം. അതാണ്. അപ്പം നമ്മൾ ഒരിക്കലും എഴുതുന്നത് വ്യക്തമാകാൻ പാടില്ല. വായനക്കാർക്ക് വിട്ടുകൊടുക്കണം. കുറേയൊക്കെ വായനക്കാർ ഇമാജിൻ ചെയ്യണം, അവർ കണ്ടെത്തണം എന്താണ് സത്യം എന്നുള്ളത്.
അപ്പോൾ എല്ലാവരും എനിക്കത് ഞാൻ പറയുന്നത് EMS അനുകൂലമാണ് അല്ലെങ്കിൽ EMS വിരുദ്ധമാണ് അങ്ങനെ പറയാൻ പറ്റില്ല അവർ എഴുത്തുകാരന് കേട്ടോ. അത് വായനക്കാരും വിമർശകരും കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ആ നോവൽ ഇറങ്ങിയപ്പോൾ അത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലും എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചപ്പേരും മാതൃഭൂമി ആഴ്ചപ്പേരും അടക്കം കവർ സ്റ്റോറി ആയിട്ട് വന്നു. അത്രയും അത് ചർച്ച ചെയ്തു. പിന്നെ എനിക്കതിൽ സംതൃപ്തിയുണ്ട്. അതിൽ ചില കഥാപാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ ശരവണൻ എന്നുള്ള കഥാപാത്രമൊക്കെ അതിലൊരു പ്രസംഗമുണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് വരികയും ആളുകളെ അലട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രസംഗം. അതൊക്കെ എങ്ങനെ വന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ എഴുതുന്നുണ്ട്. അതെനിക്ക് നല്ലൊരു പിന്നെ അതിന് കുറേ വിമർശനം വന്നപ്പോൾ അപ്പോഴാണ് അതിന് വയലാർ അവാർഡ് കിട്ടുന്നത്. അന്നേരം പിന്നെ PK വാസുദേവൻ അദ്ദേഹമായിരുന്നു അതിൻ്റെ PKV ആയിരുന്നു അന്ന് അവാർഡ് കമ്മിറ്റിയിലുണ്ട് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹമാണ് എനിക്ക് തരുന്നത് അവാർഡ്. അതോടുകൂടി ഈ കുറേയെല്ലാം വിവാദങ്ങൾ അടങ്ങിപ്പോയി. കാരണം PKV പിന്നെ ചെയർമാനായിട്ടുള്ള ഒരു ജൂറി ഇതിന് അവാർഡ് തരുമ്പോൾ അപ്പോൾ സാധാരണക്കാർക്ക് ഇതിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടൊന്നുമില്ല എന്നുള്ള ഘട്ടം. കേശവന്റെ ഉലാപങ്ങൾ കഴിഞ്ഞാൽ താങ്കൾ ഇടതുപക്ഷത്തെ അതിനേക്കാൾ നന്നായി വിമർശിച്ച നോവലാണ് ഒരുപക്ഷെ നോവലിലെ വർക്കാണ് ഇത്. നമ്മുടെ ദിനോസറുകളുടെ VS-നെ ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ലേറ്റർ മൂന്നേണ്ടം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് എഴുതാൻ പാടില്ലായിരുന്നു. അതെനിക്ക് പിന്നീട് തോന്നി. കാരണം അത് എഴുതാതിരിക്കാനും കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പിലുണ്ടായിരുന്നു. അതാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു എഴുത്തുകാരെന്ന് പറയുമ്പം ഞാനൊരു പാർട്ടി പ്രവർത്തനമല്ല. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ പറയാനുള്ളത്. ഞാൻ സഹയാത്രികൻ മാത്രമാണല്ലോ. അതുകൊണ്ട് പാർട്ടിക്ക് അതിൽ വിഷമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാർട്ടി മെമ്പറായിട്ടുള്ള ഒരാളാണ് വിമർശിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് അത് പ്രശ്നമാകും. ഞാൻ പാർട്ടിയായിട്ട് ഇങ്ങനെ അകന്നും പിന്നെ അടുത്തും നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവർ വളരെ ശ്രദ്ധിക്കും. എന്നോട് അങ്ങനെ വിദ്വേഷമൊന്നുമില്ല. വിമർശനം ഇപ്പോഴും എങ്ങനെയാണ്. ഇപ്പോഴും എനിക്ക് എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടെങ്കിൽ അത് വളരെ ഉൾക്കൊള്ളുന്നുണ്ട് അത് പാർട്ടി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ പേരിൽ എന്നെ അവർ വെറുക്കുകയോ എന്നെ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം ഞാനിത് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിയോജിപ്പ് എനിക്ക് അക്കാലത്ത് VS ആയിട്ടുണ്ടായിരുന്നു. അത് ഞാനതിൽ സൂചിപ്പിച്ചത്. അതെന്താ അങ്ങനെ? അതായത് EMS-നെ വിമർശിക്കാമോ, പിന്നെ VS-നെ എന്താ വിമർശിക്കാൻ പാടുള്ളത്? എന്തുകൊണ്ട്? പിന്നെ അല്ല, EMS-നെ വിമർശിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ VS-നെ ഞാൻ വിമർശിക്കുന്നത്. പക്ഷേ അതിൽ സംഭവം എന്ന് വെച്ചാൽ ഈ കാലം മാറി, സഹനശക്തി EMS-നെ പിന്നെ നമ്മുടെ ഇയാൾ OV വിജയൻ എത്ര വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് EMS പോലും അത് നല്ലൊരു സ്പിരിറ്റിലാണ് കാണുന്നത്. ആ ഒരു സഹനശക്തി പിന്നെ ഇല്ലാതെയായി. എൻ്റെ കാര്യം വേറെയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പാർട്ടിയുടെ ആളാണ്. പക്ഷേ ഞാൻ അകന്നും അടുത്തും കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷെ മറ്റൊരാൾ പാർട്ടി വിമർശിക്കുമ്പോൾ പാർട്ടി അങ്ങനെ എടുക്കില്ല. എന്നോട് കാണിച്ചൊരു നിലപാട് അവരെടുക്കില്ല. അത് തിരിച്ചടിക്കും കേട്ടോ. അപ്പം പിന്നെ EMS-ൻ്റെ കാലത്ത് നിന്ന് VS-ൻ്റെ കാലത്തേക്ക് വരുമ്പോൾ സഹനശക്തി എല്ലാ സ്ഥലത്തും കുറഞ്ഞു കേട്ടോ. EMS-ൻ്റെ ഒരു വലിയൊരു ഗുണതാണ് അയാൾ പിന്നെ സ്വയം തിരുത്താനും തയ്യാറാണ്. മറ്റുള്ളവർ EMS-നെ വിമർശിച്ചാൽ അതിന് ഉൾക്കൊള്ളാനും അയാൾക്ക് EMS-ന് സാധിക്കുമായിരുന്നു. അപ്പം എൻ്റെ മയ്യഴിപ്പുഴകൾ പോലും അന്ന് വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നുള്ളതൊരു പിന്നെ അത്. പക്ഷേ എന്നിട്ട് ഞാൻ EMS-നെ കണ്ടപ്പോൾ അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ കേശവൻ്റെ വിലാപങ്ങൾ എഴുതുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നൊരു കാലമാണ്. അന്ന് ഞാൻ സാഹിത്യ അക്കാദമി, അവിടുത്തെ സാഹിത്യ അക്കാദമിയിൽ പോയപ്പോൾ EMS അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് സംശയം എന്നോട് പറഞ്ഞു, മയ്യഴിപ്പുറങ്ങൾ എഴുതിയില്ലേ അത് മതി. എന്നിട്ട് എൻ്റെ പുറത്ത് 2 തട്ടും തട്ടി ആളെ കൊണ്ട് പോയി. എനിക്ക് കിട്ടിയില്ല ഏറ്റവും വലിയ അതാണ്. അതിൽ കൂടുതൽ എന്താ വേണ്ടത് കേട്ടോ. പിന്നെ അത് മതിയെന്ന് പറഞ്ഞു. അത്രയും. അപ്പം അങ്ങനെയുള്ള പക്ഷേ ഈ VS-ൻ്റെ കാലെത്തുമ്പോഴേക്ക് മാറി, പാർട്ടിയുടെ തന്നെ സാഹചര്യങ്ങൾ മാറി കേട്ടോ. അത് EMS-നെ പോലൊരു നേതാവില്ല. അതാണ് പ്രധാനം, ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു സംഗതി ഇതാണ്. നമ്മൾ ഇന്നിപ്പം നമ്മളെല്ലാം തന്നെ വിഷമിക്കുന്നത് അങ്ങനെയൊരു നേതാവില്ല എന്നുള്ളതാണ്.
ഇല്ല, നമുക്ക് അങ്ങനെ EMS BS തമ്മിലുള്ളൊരു കമ്പാരിസൺ പോസിബിൾ അല്ല. ബട്ട് സ്റ്റിൽ ഇവർ രണ്ടുപേരും രണ്ട് വലിയ ഫിഗറാണ്, രണ്ട് വലിയ രണ്ടർത്ഥത്തിലാണത്. മറ്റേത് എല്ലാ പിന്നെ ഇല്ല, എനിക്ക് ഒരു വിധത്തിലും അവരായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം EMS അത്രയധികം അഗാധമായിട്ടുള്ള അറിവും ചിന്തയും ഇൻ്റലക്ച്വലും അതേ സമയത്ത് തന്നെ ജനകീയനുമാണ്. VS കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. VS ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സ്വപ്നം കാണുകയാണ് കേട്ടോ. അദ്ദേഹം ഈ കാലത്തിന് ചേർന്ന ഒരു നേതാവല്ല. അതാണ് ഞാനിക്കൊന്ന് പറയേണ്ടി വന്നത്, കാലഹരണപ്പെട്ടാണെന്നുള്ളത്. പിന്നെ VS നല്ലൊരു ലോകത്തിൻ്റെ നന്മ നിറഞ്ഞൊരു ലോകത്തിനെ കുറിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനല്ല നമുക്ക് ആവശ്യം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കുറച്ച് പേർക്ക് അതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നെ അന്ന് എൻ്റെ കോലം കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു. മുന്നിട്ട് കുറച്ചൊരു വിമർശനപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ VS ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ താങ്കൾ കുറച്ചൊരു കൂടുതലായി പിണറായി ഭക്തി കാണിക്കുന്നുണ്ടോ എന്ന സമൂഹത്തിന്റെ സംശയമുണ്ട്. അതുണ്ടായി. അതിന് പല കാരണം. ഒന്നാമതായിട്ട് പിന്നെ VS എനിക്ക് അറിയുന്നതിൽ കൂടുതൽ എനിക്ക് പിണറായി അറിയാം. കാരണം ഞങ്ങൾ നാട്ടുകാരാണ്. പിന്നെ അദ്ദേഹം വളരെയധികം പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു നേതാവാണ്. നമുക്കൊന്നും പാവനീയം കേട്ടിട്ട് അത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും പിന്നെ പോലീസ് മർദ്ദനവും അതൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു നേതാവാണ്. ഒരുപാട് പിന്നെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ അതാണുള്ളത്. ആ ഒരു പിന്നെ പിണറായിയാണുള്ളത്. ആ പിണറായി കൂടിയാണ് ഞാൻ നടന്നത് കേട്ടോ. VS എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം പിണറായി ഉള്ള തരത്തിലുള്ള അതുപോലുള്ള അനുഭവങ്ങൾ VS ഇല്ല എന്നുള്ളതാണ്. VS എന്നും ഒരു നമ്മൾ സമാരാധ്യനായിട്ടുള്ളൊരു നേതാവാണ്. പിന്നെ ഒരു നേതാവാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെ ഒരു നേതാവ് മാത്രം ആയാൽ പോരല്ലോ. ഇപ്പം ഇനിയുള്ള ഈ മാറുന്ന കാലത്ത് പിന്നെ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കണം, അതിന് പരിഹാരം കണ്ടെത്തുന്ന ആളായിരിക്കണം. അങ്ങനെ അത് പഴയ കാലത്തെ നേതാവാണ് ആര് നമ്മുടെ പിന്നെ VS. അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ആദരവുമാണ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നമൊക്കെ ഉണ്ടായ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്നോട് ദേഷ്യമാണെന്ന് ഞാൻ ചോദിച്ചു. പറ്റാം എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ എൻ്റെ ചുമലിൽ കൈവച്ചു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം നടന്നു. അത് പിന്നെ കേരള കൗമുദിയുടെ ഫോട്ടോഗ്രാഫർ അത് ക്ലിക്ക് ചെയ്യുന്നു. 5-6 ഫോട്ടോ ഇങ്ങനെ വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്നോടൊന്നുമില്ല, ഒരു എതിർപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആരാധകർക്കാണ് എന്നോട് എതിർപ്പുണ്ടായിരുന്നത്. VS എന്നോട് ഒരിക്കലും ഒരു എതിർപ്പുണ്ടായിരുന്നില്ല കേട്ടോ. വളരെ സ്നേഹത്തോടെയാണ് ഞാൻ കണ്ടപ്പോൾ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കാണ്. ഈ ആരാധകർ ബ്ലൈൻഡാകുമ്പോഴാണ് പ്രശ്നം. അന്ധമായിട്ടുള്ള ആരാധന ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സിനിമാ താരത്തെ ആരാധിക്കുന്ന പോലെ ഒരു പാർട്ടി നേതാവിനെ ആരാധിക്കാൻ സാധിക്കില്ല. കാരണം സിനിമാ ലോകം മറ്റൊന്നാണ്. അതിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് അപ്പുറത്തേക്ക് അതിലൊന്നുമില്ല. പക്ഷെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗധേയമാണ്, നമ്മുടെ ജീവിതമാണ് നേതാവിൻ്റെ കയ്യിലുള്ളത്. ഒരു ജനത്തിൻ്റെ ജീവിതം, നമ്മുടെ ഭാവി തലമുറയുടെ ജീവിതം, അതൊക്കെയാണ് ഒരു നേതാവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു നേതാവ് ഒരു സിനിമാ താരത്തിൻ്റെ തലത്തിലേക്ക് പോകാനോ നേതാവിനെ നമ്മളങ്ങനെ ആദരിക്കാനോ പാടില്ല കേട്ടോ. നേതാവാണ്. കാരണം ഒരു നാടിൻ്റെ ഭാഗധേയമാണ് നേതാവിൻ്റെ കയ്യിലുള്ളത്. അപ്പം അദ്ദേഹത്തിനെ പിന്നെ ആരാധിക്കാം, പക്ഷേ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം. അതാണ് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജനത എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ റിയൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയം നീങ്ങുന്നത്. വലിയ പ്രതിബദ്ധതയൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൽ ഇന്നും ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ പഴയ ഭൂതകാലത്തിൻ്റെ ഒരു ആവേശവും അതിൻ്റെ നീതിബോധവും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ പ്രകാശങ്ങൾ ഉള്ള ഇടതുപക്ഷ മനസ്സ് ഉള്ള ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. പക്ഷെ അവർ കൂടുതലും നിശബ്ദരാണ് കേട്ടോ. യഥാർത്ഥ ഇടതുപക്ഷം നിശബ്ദരാണ്. അവർ ഈ പ്രായോഗിക രാഷ്ട്രീയമാണ് നമുക്ക് ദ്രോഹം ചെയ്യുന്നത്. അത് ഇടതുപക്ഷം മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണ്. പ്രായോഗിക രാഷ്ട്രീയമാണ്. ഇപ്പം BJP അങ്ങനെയല്ല. എല്ലാവരും ഇനി എനിക്ക് തോന്നുന്നില്ല പഴയ കാലത്തുള്ള മറ്റുള്ള രാഷ്ട്രീയം ഇനി ഉണ്ടാവുന്നുള്ളത് കേട്ടോ. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവാണോ പിണറായി? അതെനിക്കറിയില്ല. അതിപ്പം പിന്നെ ഇക്കാലത്ത് അല്ല, പിണറായിയുടെ വെച്ചാൽ പിണറായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. കേട്ടോ, പിണറായി ഒരുപാട് നല്ല കാര്യം ഇന്നും ചെയ്യുന്നുണ്ട്.
ഇപ്പം നമുക്ക് നോക്കാം, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യയിൽ എവിടെയും അങ്ങനെ തോന്നുന്നു കേട്ടോ. അമേരിക്കയിലെ സഹായത്തോടുകൂടി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം വൈറസാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ പ്രധാന ശത്രു കേട്ടോ. പ്രധാന ശത്രു ഈ നവമുതലാളിത്വമൊന്നുമില്ല കേട്ടോ, അമേരിക്ക ഒന്നുമില്ല. വൈറസാണ് കേരളത്തിൻ്റെ പ്രധാന ശത്രു ഇനി കേട്ടോ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും നിപ്പയുണ്ടോ? എവിടെയാണുള്ളത്? അതുകൊണ്ട് വൈറസാണ് നമ്മുടെ ശത്രു. ആ ശത്രുവിനെ പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത്, ഈ നമ്മൾ മീഡിയ ഫ്രണ്ട്ലി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത് കേട്ടോ. ആര്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പിണറായി ആണ്. അല്ല, ഇപ്പോഴെനിക്ക് തോന്നുന്നത് തമ്മിൽ ഭേദം അദ്ദേഹം കേട്ടോ. വേറൊരു നേതാവിനെ കാണുന്നില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഭേദമായ നേതാവിനെ പോലും ആദ്യം MDയും പിന്നെ M മുകുന്ദനും വിമർശിച്ചിട്ടുണ്ട്. വിമർശിച്ചതിന് പഴിയും കേട്ടിട്ടുണ്ട്. ഒരുപാട് പഴി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കാലത്ത്, നിങ്ങൾ ഒരുപാട് വായനക്കാർക്കുള്ള എഴുത്തുകാരനാണ്, ഒരുപാട് നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിലൊക്കെ പോകുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നമ്മൾ സംസാരിക്കണം, രാഷ്ട്രീയത്തിൽ ഇടപെടണം. പിന്നെ അല്ലാതെ ഇപ്പോൾ എഴുത്തുകാരൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗിക രാഷ്ട്രീയക്കാരനാകുന്നത് പോലെ തന്നെ പ്രായോഗിക എഴുത്തുകാരനാകുന്നവരുമുണ്ട് കേട്ടോ. നമ്മുടെ ഭൂരിഭാഗം എഴുത്തുകാരും പ്രായോഗിക എഴുത്തുകാരായി മാറുന്ന ഒരു കാലമാണിത്. പക്ഷെ എനിക്കങ്ങനെ ആഗ്രഹമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ പേരിൽ എതിർപ്പുകളുണ്ടാവും. പിന്നെ എന്താണ് ഈ പ്രായോഗിക എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ഈ പഴയ കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സമൂഹത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഉണ്ടല്ലോ, അത് എനിക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ മുണ്ടനം ചെയ്യപ്പെട്ടവരുടെ ജീവിതം എന്നുള്ള കഥ, അല്ലെ ഡൽഹി 81 എന്നുള്ള കഥ എഴുതുന്നു. ആ ഒരു ഉത്കണ്ഠയുണ്ടായിരുന്നു പാവങ്ങളെക്കുറിച്ചൊക്കെ. ഇപ്പോഴും പണ്ടത്തെ അത്ര ഇല്ല, എന്നാലും എനിക്ക് ആശങ്കകളുണ്ട് പാവങ്ങൾക്ക്. പക്ഷേ പിന്നെ പല എഴുത്തുകാർക്കും ആ ആശങ്കയില്ല. അതാണ് ഞാൻ പ്രായോഗിക രാഷ്ട്രീയം. പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ളത് വിദേശത്തു നിന്ന് വന്നിട്ടുള്ളൊരു സങ്കല്പമാണ് കേട്ടോ. അവിടെ എഴുത്തുകാരെന്നുള്ളത് അങ്ങനെയാണ്. ഒരു എഴുത്തുകാരൻ നമുക്ക് കാണാൻ കഴിയില്ല. കൊല്ലത്തിൽ 2 എഴുത്തുകാരെയൊക്കെ ഒരാൾ കാണുള്ളൂ എന്നൊക്കെ M.T. പറഞ്ഞിരുന്നല്ലോ, ഗുന്തർ ഗ്രസ്. അതെ, നമുക്കങ്ങനെ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകാർ പ്രസംഗത്തിന് വലിയ പ്രതിഫലം വാങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ആരോപണമുണ്ട്. അവർ ചെയ്യുന്നത് ശരിയായിരിക്കാം. കാരണം വിദേശത്തുള്ള ഒരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു എഴുത്തുകാരൻ ഒരു പ്രഭാഷണം നടത്തിയാൽ $50,000 $1,00,000. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ എഴുത്തുകാരന് ഒരു പ്രഭാഷണം നടത്തിയാൽ പ്രതിഫലം കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ജനകീയമാണ്. നമ്മുടെ എഴുത്തുകാർ. ഇപ്പം ഞാൻ ചില വളരെ ഉൾനാട്ടിലൊക്കെ പോകാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ചു എനിക്ക് പ്രായമായ നടുവേദനയൊക്കെ വന്നു. പണ്ട് ഞാൻ ഈ ഉൾനാടുകളിലും പോകുമായിരുന്നു, ചില ലൈബ്രറികളിലൊക്കെ വാർഷികത്തിനൊക്കെ, കുഗ്രാമങ്ങളിലൊക്കെ കണ്ണൂരിൻ്റെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ നാട്ടുകാരുടെ ഒരു ആവേശമുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു, അവിടുന്ന് ഭക്ഷണം തരുന്നു കേട്ടോ, എന്തൊക്കെ പായസം ഉണ്ടാക്കി തരുന്നു, ആ ഒരു സ്നേഹവും. പിന്നെ നമ്മൾ പ്രായോഗിക എഴുത്തുകാരനാകുമ്പോൾ ഞാൻ വരാം, എനിക്ക് $15,000 പ്രതിഫലമാണെന്ന് പറയുമ്പം അതാണ് വ്യത്യാസം കേട്ടോ. വായനക്കാരുടെ ഇടയിൽ നാട്ടുമ്പുറങ്ങളിൽ ചെല്ലുക. എത്ര ആളുകൾ ഇങ്ങനെയുള്ള നാട്ടുമ്പുറങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് പറയും, ഒരു കുട്ടി 3 വയസ്സിൽ അക്ഷരം എഴുതിക്കാൻ വേണ്ടി ഐതിശ്രീ എഴുതാൻ. അതിലൊരു കിട്ടുന്നൊരു ഭയങ്കരമായൊരു സന്തോഷമുണ്ട് കേട്ടോ. പാട്ടാ ധൈര്യം അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ധൈര്യവന്മാരുണ്ട്, അവർക്ക് വേണമെങ്കിൽ അവർ ധൈര്യം കാണിക്കും കേട്ടോ. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഡിപ്പെൻസ് കാഴ്ചപ്പാടാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഇപ്പം VS-നെ വിമർശിക്കാൻ എനിക്ക് ധൈര്യം സാധാരണഗതിയിൽ ഞാൻ അത്ര ധൈര്യമുള്ള ഒരാളല്ല. പക്ഷേ വിയോജിപ്പുകൾ വന്നപ്പോഴും അതാണ് എനിക്ക് ധൈര്യം നൽകുന്നത്. എൻ്റെ രാഷ്ട്രീയ നിലപാടും കേട്ടോ, അതാണ് എനിക്ക് ധൈര്യം തരുന്നത്, എന്നാൽ ധൈര്യമുള്ള ഒരാളാക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് പുതിയ എഴുത്തുകാർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ധൈര്യം വരും. എഴുത്തുകാരും ഇടതുപക്ഷത്തുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ഒരു ഇടതിൻ്റെ ഭാവി കേരളത്തില് അത് റൈറ്റേഴ്സിന് എങ്ങനെയാണ്, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും? അല്ല, നമ്മൾ എഴുത്തുകാരെ
എഴുത്തുകാർ ശ്രദ്ധിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. എഴുത്തുകാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ചില പ്രായമായിട്ടുള്ള എഴുത്തുകാർക്കൊക്കെ വളരെ പ്രായമായിട്ട് അവസരമായിട്ടുള്ള എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പം അവരെല്ലാം ഇവർ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവരെ പിന്നെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സാമ്പത്തിക സഹായമെല്ലാം പറഞ്ഞു എല്ലാ തരത്തിലുള്ള. ഇപ്പം എനിക്ക് തന്നെ കോവിഡ് വന്നപ്പോൾ അന്നേരം കോവിഡ് വരുമ്പോൾ എനിക്ക് ഇത്ര പ്രായമായിട്ടുണ്ട് കേട്ടോ. പ്രായമാൾക്ക് കോവിഡ് വന്നാൽ ഭയങ്കര പാടാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എനിക്ക് വീണ ജോർജ് വിളിച്ചു, അവരോട് ആരോ പറഞ്ഞു മുകുന്ദന് കോവിഡ്, അവരെന്നെ വിളിച്ചു. കണ്ണൂർ പാർട്ടി സെക്രട്ടറി എം വി ജയരാജൻ വിളിച്ചു, അപ്പോൾ എവിടെ വേണമെങ്കിലും ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കരുതലുണ്ടല്ലോ എഴുത്തുകാരോടുള്ളത്. അത് മറ്റു പാർട്ടികളിൽ ഞാൻ അത് കാണുന്നില്ല കേട്ടോ. അത് കേരളത്തിൽ എനിക്ക് മറ്റൊരു പാർട്ടിയിൽ നിന്ന്, ഇപ്പം കോൺഗ്രസ് പാർട്ടിയിലൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നന്നായിട്ട് വായിക്കുന്നവരുണ്ട്. ഇപ്പം വി ഡി സതീശനൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആളാണ് കേട്ടോ അവർ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ആദരവുള്ള മറ്റു പലരും ഉണ്ട് അങ്ങനെ കോൺഗ്രസ് പാർട്ടി. പക്ഷേ ഈ മറ്റുള്ളൊരു കരുതലുണ്ടാകുന്നില്ല അവരുടെ ഭാഗത്തു നിന്ന് കേട്ടോ. ഞാനിപ്പം പൂക്കാസ സ്റ്റേറ്റ് സമ്മേളനത്തിന് ഞാൻ പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇടതുപക്ഷം ദുർബലമാകുന്നുണ്ട്, അങ്ങനെ ദുർബലമാകാൻ പാടില്ല. കാരണം നമ്മുടെ എഴുത്തുകാരുടെയൊക്കെ ഒരു പ്രധാന ദൗത്യമാണ് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഞാനത് പറഞ്ഞു. പക്ഷേ പത്രവാർത്ത വന്നപ്പോഴേക്ക് ഇടതുപക്ഷം ദുർബലമാകുന്നു എം മുകുന്ദൻ. അത് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷെ എനിക്ക് പറയാം ദുർബലമാകുന്നുണ്ട് എന്നുള്ളത്. അത് കറക്ഷൻ എന്ന് പറഞ്ഞാലേ ഈ നമ്മുടെ പഴയ ലോകമല്ല ഇന്ന് ലോകം. പഴയ കാലത്ത് ശത്രു രാജ്യം അമേരിക്ക, ഇങ്ങേവത്ത് റഷ്യ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ശത്രു ആരാണെന്ന് നമുക്കറിയാം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ലോകം ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. പിന്നെ ഇപ്പോഴും കൊടുക്കൽ വാങ്ങലുകളാണ്. നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്താൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല ഇപ്പം കേട്ടോ. പഴയ കാലമല്ല. അപ്പോൾ ഇത് കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശത്രുരാജ്യത്തിന് പോലും ചിലത് കൊടുക്കേണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും കേട്ടോ. ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ലോകം ചുരുങ്ങുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഈ പഴയ അമേരിക്കൻ വിരുദ്ധത അതിനി നമുക്ക് സാധിക്കില്ല. അമേരിക്കൻ വിരുദ്ധത നോക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഇവിടുന്നുള്ള കയറ്റുമതിയിൽ വലിയൊരു വിഭാഗം അമേരിക്കയിലേക്കാണ്. ഇപ്പം നമ്മുടെ സമ്പദ്ഘടനയെ തന്നെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കൻ കുടിയേറ്റക്കാരാണ്. IT രംഗത്തൊക്കെ അവിടെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ മലയാളികളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ കാഴ്ചപ്പാടെല്ലാം പൂർണ്ണമായിട്ട്, പഴയ കാഴ്ചപ്പാടുണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് മാറ്റണം. ഒരു പുതിയൊരു ലോകക്രമമാണ്. ഈ എത്രയോ വർഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന വിരുദ്ധത, ചില ആളുകളുടെ വിരുദ്ധത, അതൊക്കെ അവസാനിപ്പിക്കുകയും പുതിയ ലോകക്രമം മനസ്സിലാക്കുക. പിന്നെ അതേ സമയത്ത് തന്നെ നമ്മളെ അലട്ടുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബാധിക്കുന്ന ഒന്നാണ്, നമ്മളെ ഇന്ത്യക്കോ കേരളത്തിനോ അല്ല. പക്ഷേ നമ്മൾ സ്പെസിഫിക്കായിട്ട് ബാധിക്കുന്ന ഒന്ന് ഈ വലതുപക്ഷത്തിൻ്റെ കടന്നുകയറ്റമാണ്. ഭയങ്കരമായിട്ട് അവർ വളർന്നു വരുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട്. ഞാനത് ഇന്നലെ ഞാൻ പറഞ്ഞു അവിടുന്ന്. ഇപ്പം ഞങ്ങളെ മാഹിയഴി, മറ്റൊന്നും വേണ്ട, മാഹിയിലെ കാര്യം തന്നെ ഉണ്ടല്ലോ. മാഹിയഴിയിൽ ഈ സംഘപരിവാർ ഉണ്ടായിരുന്നില്ല, ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ മതിലിനപ്പുറത്ത്, നമ്മളെ കോമ്പൗണ്ട് മതിലില്ല, അവിടെ ഒരു പ്ലാവുണ്ട്. ഒരു ദിവസം ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ പിലാവിൻ്റെ മുകളിൽ ഒരു കാവിക്കൊടിയാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ട്. ഇപ്പോഴും ഒരുപാട് കാവിക്കൊടികൾ ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വലതുപക്ഷത്തിൻ്റെ, തീവ്ര വലതുപക്ഷത്തിൻ്റെ കടന്നു വരവ്. അതാണ് നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ നേരിടേണ്ടതുണ്ട്. ഈ വർഗീയതയും ഫാസിസം എന്നുള്ള വാക്കൊക്കെ എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ മടിയാണ്. കാരണം അത് തേഞ്ഞു പോയി. ഫാസിസം അവിടെ ഉണ്ട്. അത് നിങ്ങൾ നല്ല നോവലിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫാസിസം നമ്മുടെയൊക്കെ തൊലിപ്പുറത്ത് അവിടെ ഒളിച്ചിരിപ്പുണ്ട്, വൈറസിനെ പോലെ അവിടെ ഉണ്ടത്. അത് ഇല്ലാതായിട്ടില്ല. പക്ഷെ അതിനൊരു അവസരം കൊടുക്കരുത്, നമ്മളെ രോഗബാധിതരാക്കാൻ. അതാണ് നമ്മുടെ മലയാളത്തിലെ എഴുത്തുകാരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അതാണ് നമുക്ക് സാഹോദര്യത്തോടെ ജീവിക്കണം, എല്ലാ മതങ്ങളും എല്ലാ ജാതിക്കാരും സാഹോദര്യങ്ങളും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട്, നമ്മൾ കാണുന്നില്ലേ ഇപ്പോഴും.
പിന്നെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും വയനാട്ടിലെ മരണങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നിപ്പ വന്നു, കോവിഡ് വന്നു, പ്രളയം വന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക്. അപ്പം നമുക്ക് കരുത്താർജിക്കണം. നമ്മൾ അങ്ങനെ കരുത്താർജിക്കണമെങ്കിൽ എല്ലാ മതവും, എല്ലാ മതക്കാരും, എല്ലാ ജാതിക്കാരും എല്ലാവരും തന്നെ ഉണ്ടല്ലോ ഒന്നിച്ച് നിൽക്കണം. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും നമ്മൾ വേർപ്പെടാൻ പാടില്ല. പ്രത്യയശാസ്ത്രപരമായിട്ട് നമുക്ക് പറ്റും, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് വിയോജിപ്പുള്ള ആളുകളോട് പ്രത്യയശാസ്ത്രപരമായിട്ട് അവരെ നേരിടാം. പക്ഷെ മതത്തിനെയും ജാതിയെയും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനോടാണ് എനിക്ക് പിന്നെ എതിർപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം രണ്ടാണ്. ഒന്ന്, ആഗോള തലത്തിൽ പഴയ രാജ്യ ശത്രുവാണെന്ന് പറയുന്നത് അത് ഇല്ലാതാക്കണം. കൊടുക്കൽ വാങ്ങലിൽ കൂടെ, അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റുമതിയിൽ കൂടെയും ഇറക്കുമതിയിൽ കൂടെയും നമ്മുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവിടുന്ന് IT വിദഗ്ധർ അമേരിക്കയിലേക്ക് പറഞ്ഞേക്കുക, അവിടുത്തെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ തീവ്ര ഇടതുപക്ഷത്തെ തടയുക എന്നുള്ളതാണ്. അതാണ് എഴുത്തുകാരൻ്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ ഇപ്പം പിണറായിയോ VS ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. ഇപ്പം തീവ്ര വലതുപക്ഷം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലതുപക്ഷം എന്നുള്ളത് ഇപ്പം കോൺഗ്രസ് വലതുപക്ഷമുണ്ട്, കോൺഗ്രസ്സിൽ സോഷ്യലിസം ഉണ്ട്, വലതുപക്ഷമുണ്ട്. കോൺഗ്രസ് ആണല്ലോ ആദ്യമായിട്ട് നമ്മുടെ ലിബറലൈസേഷൻ കൊണ്ടുവന്നത് അല്ലേ. അപ്പം കോൺഗ്രസ്സിൽ പിന്നെ വലതുപക്ഷമുണ്ട്, പക്ഷേ കുറച്ചുകൂടി സൗമ്യമായിട്ടുള്ള ഒരു വലതുപക്ഷത്താണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസ്സിൽ സോഷ്യലിസവും ഉണ്ട്. പക്ഷെ നമ്മളിത് സംഘപരിവാറിലേക്ക് വരുമ്പോൾ അതാണ് തീവ്ര വലതുപക്ഷം. അത് വാസ്തവത്തിൽ ഇപ്പോൾ ലോകത്തിലേക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണത്. ഇന്ത്യയിൽ മാത്രമല്ല, ഫ്രാൻസിലുണ്ട്. പക്ഷെ അതേസമയത്തിന് നമുക്ക് പ്രത്യാശ നൽകുന്ന ചില സംഭവങ്ങളുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കേരളത്തിൽ അങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. അത് നമ്മുടെ കമലാ ഹാരിസിൻ്റെ വളർച്ചയാണ് കേട്ടോ. അവരുടെ നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീ അവിടെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കണം, ഒരു ജയിക്കണമെന്ന് പറയുന്നത് ചരിത്ര സംഭവമായിരിക്കും. സ്ത്രീയാണ്. പിന്നെ പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് അവരുടെ ഈ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് അവരെ തിരഞ്ഞെടുത്തപ്പോൾ അവരൊരു പ്രസംഗം ചെയ്തിരുന്നു. ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അവർ പറയാണ് ഈ തൊഴിലാളികൾ മറ്റു ജീവനക്കാർ സംഘടിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെന്ന് ഇവർ പറയുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയാണത് കേട്ടോ. അപ്പം പിന്നെ അമേരിക്കയിലെ ഭാവി പ്രസിഡൻ്റാകാൻ പോകുന്ന ഒരാളാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അവർ പറഞ്ഞത്, ഞാൻ മധ്യവർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നില്ല, ഞാൻ പിന്നെ മുതലാളിമാർക്കും വേണ്ടിയിട്ടില്ല എന്നല്ല, നവമുതലാളിമാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കില്ല, മധ്യവർഗത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുള്ളതും മധ്യവർഗത്തിലെ തൊഴിലാളികളും മറ്റുള്ള ജീവനക്കാർ സംഘടിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതണമെന്നുള്ളത്. ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് കേരളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ല? ഞാനത് കേട്ടാണ് ഈ പ്രസംഗം കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, വലതുപക്ഷത്തിൻ്റെ ശക്തിപ്പെടൽ. പക്ഷേ ഇങ്ങനെ പ്രത്യാശയുടെ ചില ഘടകങ്ങൾ, എനിക്ക് തോന്നുന്നത് മനുഷ്യജീവിതം അങ്ങനെയാണ്. അത് ഇന്നും ഇരുണ്ട് കിടക്കില്ല. ഇരുട്ടിൽ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ ചില മിന്നാമിനുങ്ങൾ ഉണ്ടാവും കേട്ടോ. അതാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിക്കുന്നത്. ഇടതുപക്ഷ മൂല്യങ്ങൾക്കപ്പോൾ ഇനിയും ഭാവിയുണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാലത്ത് ഇടതുപക്ഷ ചിന്താഗതിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്, ഒരുപാട് പ്രസക്തി. ഞാൻ എൻ്റെ സംബന്ധിച്ചുണ്ട്, എനിക്ക് ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒരു ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാടല്ല, അതൊരു പാർട്ടിയല്ല ഇടതുപക്ഷം. ഇടതുപക്ഷം എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജീവിത ബോധമാണ്, അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ സങ്കല്പിക്കുന്ന ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയം മാത്രമല്ല, അതിൽ സ്ത്രീ വിമോചനമുണ്ട്. അല്ല, പാർട്ടിയല്ല, സ്ത്രീ വിമോചനമുണ്ട്. പിന്നെ അടിച്ചമർത്തപ്പെട്ട ആളുകളുണ്ട്, ആദിവാസികളെ പോലുള്ള അവരുണ്ട്. പ്രകൃതിയുണ്ട്, പ്രകൃതി സംരക്ഷണം. അതൊക്കെ അടങ്ങിയ വിശാലമായിട്ടുള്ളൊരു ഇടതുപക്ഷമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. പക്ഷേ ഇടതുപക്ഷം നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ അത് CPM ആണ്. അങ്ങനെയല്ല, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും ഉണ്ട്. എഴുത്തിൻ്റെ പ്രതിസന്ധിയെ കുറിച്ചിട്ട് ഇപ്പം വിമർശിക്കാനുള്ള ധൈര്യക്കുറവ് മലയാളത്തിലെ സാഹിത്യത്തിൽ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ മലയാള സാഹിത്യം പല എഴുത്തുകാരുടെയും ഒരു കാലഘട്ടത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അത് ഇപ്പോഴും
ഒരു അടിയാളന്റെയും ആ ഒരു അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് വന്ന് പുതിയ മുതലാളിത്തമൊക്കെ ഉണ്ടായി. അതിന് ആ കാലഘട്ടത്തിലേക്ക് വരുന്ന എഴുത്തുകാർ വളരെ കുറവാണ്. അല്ലേ, ഞാനത് എഴുത്തുകാരുടെ ഇപ്പം അത് ഇപ്പം നമ്മുടെ ഭാഷയിൽ വളരെ നന്നായിട്ട് എഴുതുന്നവരുണ്ട്, പുതിയ തലമുറ ഉണ്ടല്ലോ, വളരെ നന്നായിട്ട് എഴുതുന്നവരുണ്ട്. പക്ഷെ അവർ പുതിയ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ള. ഇപ്പം നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ വിട്ടുപോയ ഒന്നാണ്. അത് നമ്മളിപ്പോഴും സംസാരിക്കുന്നത് ഭൂതകാലത്തെക്കുറിച്ചാണ് അല്ലേ. നമ്മളെപ്പോഴും നവോത്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പറയണം, കാരണം ഇപ്പോഴത്തെ തലമുറ അത് അറിയണം നമ്മൾ കടന്നു വന്ന വഴിയിൽ. പക്ഷെ അത് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും ഞാൻ കണ്ടത് ഇപ്പോൾ ഈ കമലാ ഹാരിസ് പോലും സംസാരിക്കുന്നത് കൂടുതലും ഭാവി കാലത്തെക്കുറിച്ചാണ്. അവർ പറഞ്ഞത് പിന്നെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. ഫ്യൂച്ചർ എന്നുള്ളത് നമുക്കതില്ല ആ ഒരു കാഴ്ചപ്പാട്. ഇപ്പം നമ്മൾ ഭാവി കാലം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഭാവി കാലം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഭാവി കാലം എന്ന് നമ്മൾ പറയുന്നത്, ആ ഭാവി കാലത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാവി കാലം എന്ന് പറയുന്നത് അവരുടെ വർത്തമാനകാലമാണ്. അപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കാലിഫോർണിയയിൽ പിന്നെ അതിലിങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അമേരിക്കയിലെ കാലിഫോർണിയയിൽ. അപ്പോൾ അമേരിക്ക അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ അത് പോയി ഒരു ചായയും ദോശയൊക്കെ ഓർഡർ ചെയ്ത്. അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ചായയും ദോശയും കൊണ്ടുവരുന്നത് ഒരു റോബോട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പലരും. ആ റോബോട്ട് വന്ന് കൃത്യമായിട്ട് ഞാനിരിക്കുന്ന മേശയിൽ വന്ന് ചായയും ദോശയും തന്നു കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. ഡെലിവറി ബോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ആമസോണിൻ്റെയൊക്കെ പിന്നെ സൊമാറ്റോ ഇവരുടെ എല്ലാം ഡെലിവറി ബോയ്സ് അവർ ആയിരക്കണക്കിന് പേർക്ക് ജോലി കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കേരളത്തിൽ പോലും. അപ്പോഴും അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു ഹോളിവുഡിൽ പിന്നെ അവിടെ തിരക്ക് പിടിച്ചൊരു റോഡിൽ കൂടെ നടന്നു ആളുകളിങ്ങനെ പോകും. ഭയങ്കര തിരക്കാണ് കേട്ടോ, പല രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾ ഹോളിവുഡ് കാണാൻ പറ്റും. അപ്പോൾ ആരെയും എൻ്റെ അങ്ങ് ചുമല്ലൂർ സീറ്റ് അങ്ങ് നടന്നു പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു റോബോട്ടാണ് ഈ ആൾക്കൂട്ടത്തെ കൂടെ ഇങ്ങനെ പോവുകയാണ് നടന്നിട്ട്, ഒരു കൂസലും ഇല്ലാതെ കേട്ടോ. അത് ഒരു ഡെലിവറി ബോയാണ്. ആരോ പിന്നെ ഓർഡർ ചെയ്ത് എന്താണെന്നറിയില്ല ആ സാധനം, അതിൻ്റെ പുറത്ത് ഉണ്ട് അതിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പം എല്ലാ സ്ഥലത്തും ഞാൻ കേൾക്കാറുണ്ട് തൊഴിലാളി പിന്നെ ഇതുണ്ട് സൗന്ദര്യശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. വാസ്തവത്തിൽ തൊഴിലാളികൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്നൊരു ഉദാഹരണമാണ് കേട്ടോ. തൊഴിലാളികൾ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. മാറ്റമുണ്ട് ഒരുപാട്. ഞാൻ പോകുന്ന കേരളമല്ല ഇപ്പം. അങ്ങനത്തെ നന്മ, മാനവികത, നീതിബോധം അതൊക്കെ മലയാളികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഭൂരിഭാഗം ആളുകൾക്കും. ഞാൻ കണ്ടിട്ടുള്ളതാണ്. പഴയ മലയാളിയേ അല്ല. 60കളിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അക്കാലത്തെ മലയാളിക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കേട്ടോ, പൈസ ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യന്മാരായിരുന്നു. ഇന്ന് ദാരിദ്ര്യമില്ല, പണമുണ്ട്, പക്ഷെ നല്ല മനുഷ്യരല്ല ഭൂരിഭാഗവും. എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ പാടില്ലെന്നല്ല, നമ്മുടെ പഴയ ഞാനിവിടെ നിന്ന് പോകുന്ന ഒരു കാലത്തന്ന് മലയാളി സമൂഹത്തെ പ്രചോദിപ്പിച്ചിരുന്നത് അവരുടെ പ്രബുദ്ധതയാണ് കേട്ടോ. പ്രബുദ്ധതയാണ് മലയാളികളെ പ്രചോദിപ്പിച്ചത്, മുമ്പോട്ടേക്ക് നയിച്ചത്. ഇന്ന് മലയാളികളിൽ വലിയൊരു വിഭാഗത്തെ പ്രചോദിപ്പിക്കുന്നത് രതിതൃഷ്ണകളാണ് കേട്ടോ. രതിയാണ്. അതാണ് നമ്മൾ നോക്കൂ എങ്ങനെയാണ് ഓരോ മലയാളിയും ജീവിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ പീഡിപ്പിക്കുന്നു. അപ്പം ഇതാണിപ്പം നമ്മൾ മലയാളിക്ക് സംഭവിച്ചിട്ടുള്ളൊരു വലിയ ഇത്. എല്ലാറ്റിലും ഈ രതി തൃഷ്ണ നമ്മൾ കാണുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു വൈരുദ്ധ്യമാണ്. പ്രബുദ്ധമായൊരു സമൂഹം ഇങ്ങനെ രതി തൃഷ്ണയുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുക. എല്ലാ സ്ഥലത്തും ഈ രതിയുടെ പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇല്ലാത്ത തൊഴിൽ സംസ്കാരമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുണ്ടല്ലോ. അത് ഭയങ്കര അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എന്താണ് ഈ മേലുദ്യോഗസ്ഥൻ എന്നുള്ള അതൊന്നും അവിടെ ഇല്ല. നമ്മൾ ഈ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ പോലും നമുക്കവിടെ കാണാം. ഗൂഗിളിൻ്റെ ഓഫീസുണ്ട് ബോസ്റ്റൺ, ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോലും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടുത്തെ ഏറ്റവും ടോപ്പ് ബോസ് സാധാരണ ഒരാളും ഒരേ മേശയിലിരുന്നുകൊണ്ട് ചായ കുടിക്കുന്നുണ്ടാവും കേട്ടോ. രണ്ടുപേരും പിന്നെ ഒരേ തരത്തിൽ ചിലപ്പോൾ ഒരു ടീഷർട്ടും ഒരു ജീൻസും ആയിരിക്കും. അപ്പോൾ ആ ഒരു പിന്നെ പെരുമാറ്റത്തിലുള്ളൊരു രീതി, പരസ്പര ബഹുമാനം അതിവിടെ ഇല്ലല്ലോ. ബാംഗ്ലൂരിലൊക്കെ ഈ IT വിദഗ്ധരെ അവർ ചൂഷണം ചെയ്യുന്നത് ഭീകരമാണ് കേട്ടോ. അവരോടുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം
അതൊന്നും അവിടെയില്ല, പാശ്ചാത്യ നാടുകളിലില്ല. അപ്പം നല്ലൊരു തൊഴിൽ സംസ്കാരം, പിന്നെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കയറി പോകാം, അതിന് അവസാനമില്ല. അതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിലുണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തി ഇല്ലാതാക്കാൻ നോക്കുക. പക്ഷെ അവിടെയൊന്നും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു യുവതലമുറ അവിടെ ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കാം. നമ്മൾ ഒരു ജോലി ചെയ്യുക, അതിനിടെ നല്ല പ്രതിഫലം കിട്ടും. അന്തസ്സോടെ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു തൊഴിൽ സംസ്കാരം അവിടെയുണ്ട്. അതിവിടെ ഇല്ല. അത് കുട്ടികൾക്കറിയാം. അതുകൊണ്ടാണ് കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ അമിതമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണം, പഠിക്കാനുള്ള ഇപ്പം അതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമരങ്ങളും ബന്ധും അതെല്ലാം കേരളത്തിൽ കുറേ കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും കുറക്കണം. പക്ഷെ കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നതിനെ നമുക്ക് ശരിക്കും തടയാനാകുമല്ലേ? തടയേണ്ട ആവശ്യം തടയണമെങ്കിൽ തടയണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു IIT-ന്ന് ഒരു ഗ്രാജുവേറ്റിനെ ഉണ്ടാക്കണമെങ്കിൽ എത്ര കോടിക്കണക്കിന് റുപ്യാണ് നമ്മൾ ചിലവാക്കുന്നത്, നമ്മുടെ സർക്കാർ കേട്ടോ. അപ്പം നമ്മളെ ചിലവിൽ ഇവർ പഠിച്ച് മിടുക്കന്മാരായി ഡിഗ്രി വാങ്ങിയിട്ട് ഇവരെ വിദേശ രാജ്യങ്ങളിൽ തട്ടിക്കൊണ്ടുപോകണമെന്ന്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചൂഷണമാണത്. നമ്മുടെ രാജ്യം അർപ്പിച്ചിട്ടുള്ള വിശ്വാസം കുട്ടികളിൽ, അവർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കോടിക്കണക്കിന് റുപ്യ ചിലവാക്കുന്നു. എന്നിട്ട് അവരെ പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ മറ്റവരിലോട് കൊണ്ടുപോകുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് കൊണ്ടുപോകും, കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത് അങ്ങോട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഗ്രാമം കൺസെപ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ കുട്ടികൾ അങ്ങനെ പോകുന്നത് തടയേണ്ട ആവശ്യമുണ്ടോ? കുട്ടികൾ ലോകത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊടുക്കൽ വാങ്ങലാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാരിൽ പരാതി ഇതാണ്, നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി ഇവരെ പഠിപ്പിച്ച് പക്ഷേ അമേരിക്കക്കാർക്കൊന്നും അങ്ങനെയുള്ള പ്രശ്നമില്ല. അമേരിക്കക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, ഈ ഫ്രാൻസിലെ സാഹിത്യ അക്കാദമിയിൽ പിന്നെ ഒരു ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാര അംഗമാണ് കേട്ടോ. അവിടുത്തെ സാഹിത്യ അക്കാദമി അവിടുത്തെ അക്കാദമി എന്ന് പറയുക, നാഷണൽ. നമ്മൾ ഇവിടുത്തെ അക്കാദമിയിലൊന്ന് ആലോചിച്ചൊക്കെ ഒരു ഫ്രഞ്ചുകാരൻ അംഗമാക്കും, ഫ്രഞ്ചുകാരൻ വേണ്ട, ഒരു പഞ്ചാബിയൻ അംഗമാക്കിയിട്ട് അവർക്ക് ഈ കൊടുക്കൽ വാങ്ങൽ വളരെ സാധാരണമാണ് കേട്ടോ. അത് അങ്ങനെ ഒരു ചിന്തിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇവിടെ നമ്മൾ ജീവിക്കാൻ പറ്റുന്നില്ല, എല്ലായിടത്തും തടസ്സങ്ങളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മളിപ്പം പറയും ടൂറിസം നമുക്ക് വളർത്തണം എന്നുള്ളത്. ഒരു ടൂറിസ്റ്റ് വന്നാൽ ഇവിടെ ആദ്യം കാണുന്ന തെരുവ് നിറ പട്ടികളാണ്. ഏത് ടൂറിസ്റ്റാണ് ഇവന് വരിക വിദേശത്ത് നിന്ന്? അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. എന്നിട്ട് പറയും ഞങ്ങൾ ടൂറിസം വളർത്തുകയാണെന്നുള്ളത്. കാരണം തെരുവിൽ പട്ടികൾ അലഞ്ഞു നടക്കുന്ന ഒരു സ്ഥലത്തേക്കുണ്ടല്ലോ, ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്ര പട്ടികളാണ് അങ്ങനെ. അപ്പോൾ പലരും പിന്നെ വരില്ല അതറിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതുപോലും നമുക്ക് സാധിക്കുന്നില്ല. തെരുവിലെ പട്ടികളെ നിയന്ത്രിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. നമ്മളിപ്പോഴും എനിക്ക് ഒരുപാട് മാറാനുണ്ട്. കേരളം ഉണ്ടല്ലോ, അത് എനിക്കൊരു ദുഃഖം തോന്നുന്നത്, ഒരു പ്രബുദ്ധ സമൂഹമാണ് കേരളം. എന്നിട്ടും നമ്മൾ വളരെ പ്രാകൃതമായ രീതികൾ. എന്തുകൊണ്ട് അതൊക്കെ റോഡിൽ തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാർക്കിച്ച് തുപ്പുക എന്നുള്ള ഒരുപാട് രോഗാണുക്കളിൽ അതിലുള്ളത് മുഴുവൻ അതുപോലും നമുക്ക് സാധിക്കുന്നില്ല കേട്ടോ. ഒരു റോഡിൽ കാർക്കിച്ച് തുപ്പുന്നത്, മൂത്രമൊഴിക്കുന്നത്, ഇതുപോലും നമ്മളിതുമായിട്ടൊക്കെ യൂസ്ഡായതുകൊണ്ടാണ് നമുക്കൊന്നും തോന്നാത്തത്. പക്ഷേ ഒരു പരിഷ്കൃത രാജ്യത്ത് നിന്ന് ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു സമൂഹമായി തോന്നുന്നു. അങ്ങനെയാണ് ഇവർ കാണുക നമ്മളെ. പക്ഷെ നമ്മൾക്കതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലെ എല്ലാ സ്ഥലത്തും ആളുകൾ റോഡിൽ മൂത്രമൊഴിക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും കാർക്കിച്ചു. അങ്ങനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഈ മലയാളി സമൂഹം പൂർണ്ണമായിട്ട് മാറേണ്ടതുണ്ട്.